So, hello students, എല്ലാവരും join ചെയ്തോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ക്ലാരിറ്റിയിലൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? So, tell me if everything is very clear. നിങ്ങൾക്ക് ബാക്കിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? And am I clearly audible? Audible ആണോ? Hi Mumtaz, hi Minha. Hello all. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി അല്ലേ? നമുക്ക് ചാപ്റ്റർ അങ്ങ് തുടങ്ങിയാലോ? ഹായ് ഓൾ എല്ലാവരും കുറേ പേര് ഹായ് പറയുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ആർ റെഡി ടു സ്റ്റാർട്ട് ദിസ് ചാപ്റ്റർ. എഗെയിൻ നമുക്ക് വീണ്ടും കുറച്ചൊരു ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറേ ഡേറ്റ ഉള്ളൊരു ചാപ്റ്ററാണ്. സോ മാക്സിമം ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ മാക്സിമം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ വിത്ത് ചാപ്റ്റർ Strategies for Enhancement in Food Production. So I think I'm audible, right? I'm very clear, right? Somebody ആരെങ്കിലും ഒരു പറഞ്ഞിരുന്നെങ്കിൽ I hope I'm clear. So we'll begin. So I'll give you a general intro. നമ്മൾ ലാസ്റ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? We told how ഇന്നത്തെ ഒരു ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ളൊരു നിലയിലേക്ക് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് എത്തിയത് വരെ പറഞ്ഞു അല്ലേ? So if you consider this human beings, നമുക്ക് 2011ലെയും 2022ൻ്റെയും സെൻസസ് എടുക്കാം. ഐ എം ഗിവിങ് യു എ ബ്രീഫ് ഇൻട്രോ. ഓക്കെ, നമ്മുടെ 2011ലെ സെൻസസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121 കോടി ജനങ്ങളായിരുന്നു. 121 crore people were there in India 2011. ഓക്കെ, ഇനി 2022 സെൻസസ് എടുക്കുകയാണെങ്കിലോ, സോറി 2021 സെൻസസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴേക്ക് 139 crore പീപ്പിളാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ളത്. സോ യു ക്യാൻ സീ ദാറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ കൂടുന്ന പോപ്പുലേഷന് എന്തും വേണം, ഫുഡും വേണം. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യിക്കണം. അത് കുറവാണ്, അത് എൻഹാൻസ് ചെയ്യിക്കണം. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓൾ ദ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ദാറ്റ് വി യൂസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. സോ ഇസ് ഇറ്റ് ക്ലിയർ? സോ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം. നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത് ആനിമൽസ്. നമ്മൾ മെയിൻലി ഫുഡ് എന്തൊക്കെയാണ്? ആനിമൽസ്. നമ്മൾ മീറ്റ് കഴിക്കും, അതുപോലെ തന്നെ ഫിഷ് കഴിക്കും, അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് അല്ലേ, നമ്മൾ റൈസ്, വീറ്റ് പോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ കഴിക്കും. സോ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ ദാറ്റ് കംസ് അണ്ടർ ആനിമൽ ഹസ്ബൻഡറി. ആൻഡ് ദെൻ നമ്മൾ പ്ലാന്റ്സിനെ പറ്റി പഠിക്കും. ഓക്കെ, വി ലേൺ റിഗാർഡിങ് പ്ലാന്റ് ബ്രീഡിങ് ആൻഡ് 2 modern തിങ്സ്, ദറ്റ് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻസ് എന്നുള്ളൊരു ഐഡിയയും അതുപോലെ തന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ കമ്മിങ് ഓൺ ടു ആനിമൽ ഹസ്ബൻഡറി. സോ ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ആനിമൽ ഹസ്ബൻഡറി? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആനിമൽസിന് റേസിംഗ് ആൻഡ് ബ്രീഡിങ്. What are the 2 things? Raising and breeding the livestock population. ഈ 3 ടേംസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആനിമൽസിനെ വളർത്തുന്നു, അവരെ ബ്രീഡ് ചെയ്യിക്കുന്നു. സോ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ദ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ? നമ്മൾ ഏതൊക്കെ മൃഗങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പശു അല്ലേ, കൗ, പിന്നെ എരുമ, ബഫലോ, പിന്നെ ഏതൊക്കെയാ? ഷീപ്പ്, ഗോട്ട്, പിഗ്, ക്യാമൽ, ഇവരൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹോഴ്സ്, പിന്നെ ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് കുറച്ചുകൂടെ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷന് എക്സ്റ്റെൻഡഡ് ആയിട്ട് പറയുകയാണെങ്കിൽ വി ക്യാൻ ഇൻക്ലൂഡ് ഓൾ ദ ഫിഷസ്. നമ്മൾ കിട്ടുന്ന ഫിഷസ് എല്ലാം, അതുപോലെ തന്നെ പ്രോൺസ്, ഓൾ ദ ക്രസ്റ്റേഷ്യൻസ്, ക്രാബ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഹണി ബീ, അതുപോലെ തന്നെ സിൽക്ക് വർം, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ഓർഗാനിസംസിനെയും നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു? ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നു. യെസ്, എല്ലാവരും പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് ലൈഫ് സ്റ്റോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഗുഡ് ടു സീ ദാറ്റ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ തവണ എവല്യൂഷൻ ചാപ്റ്റർ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ഒരു ഹോമോസൈഗസ്
ആൻഡ് ആ ഒരു ഹോമോലോഗസ് സ്ട്രക്ചേഴ്സും അനലോഗസ് സ്ട്രക്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ഡിഡ് ദാറ്റ്. ഓക്കെ, സോ ഈ ചാപ്റ്ററായിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് വിൽ മേ ബി ടെൽ ഇൻ ദി എൻഡ്. സോ കമ്മിങ് ബാക്ക്, അപ്പോൾ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ നമ്മുടെ വേൾഡിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ പോപ്പുലേഷനാണ്. ഇന്ത്യ ആൻഡ് ചൈന മേക്സ് അപ്പ് ദ മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. ആൻഡ് നമ്മുടെ ടോട്ടൽ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ്റെയും 70% എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും കൂടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 25% ആണ്. അതായത് നമുക്ക് നല്ല yield കിട്ടുന്നില്ല, yield വളരെ കുറവാണ്. So this all signifies the importance of using certain strategies. We need to apply the biological techniques and processes to enhance the food production. So is that clear? I hope it's clear. Now we'll learn regarding the managements. നമുക്ക് രണ്ട് മാനേജ്മെൻറ്റ്സ് ആണ് പറയാനുള്ളത്. ഒന്ന് ഡയറി ഫാം മാനേജ്മെൻറ്റ്, രണ്ട് പൗൾട്രി മാനേജ്മെൻറ്റ്. സോ we'll begin with dairy farm management. So dairy farm management എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താ? ഡയറി മിൽക്ക്. എന്താണ് ആ വേർഡിൻ്റെ അർത്ഥം? എന്താണ് ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിൽക്ക് പ്രോഡക്ട്സ് കിട്ടുന്ന ഓർഗാനിസംസിന്, ഓക്കെ, ആനിമൽസിനെ വളർത്തുന്നു. അതാണ് ഡയറി ഫാം ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് തരുന്നത് ആരൊക്കെയാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് തരുന്നത്? നിങ്ങൾ നേരത്തെ ആൻസർ തന്നിരുന്നു. We get it from cow, we get it from buffalo, sheep, goat. ഡെസേർട്സിലൊക്കെയാണെങ്കിൽ we use camel, അല്ലേ? സംടൈംസ് we even use horse. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറലി പറയുന്ന എന്ത്, ഈ ഡയറി ഫാമിൽ നമ്മൾ വളർത്തുന്ന ആനിമൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താണ്? മിൽക്കാണ്, അല്ലേ? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ മെയിൻലി കിട്ടുന്നത്. സോ ഒരു ഡയറി ഫാം നമ്മളെ ഇൻറ്റൻഷൻ എന്താണ്? മാക്സിമം മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടണം, അല്ലേ? നമുക്ക് മാക്സിമം മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടണം. യെസ്, ഐ ക്യാൻ സി എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിനെ ഉപയോഗിക്കണം. നിങ്ങളെല്ലാവരും നാടോടിക്കാറ്റ് സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഒരു പശുവിനെ വാങ്ങുന്ന സീനില്ലേ? അവർ വലിയ കാര്യമായിട്ട് അവരെ കയ്യിലുള്ള പൈസ എല്ലാം കൂട്ടിയിട്ട് പശുവിന് വാങ്ങുമ്പോൾ എന്താ പുള്ളി പറയുന്നത്? നല്ലോണം പാല് തരുന്ന പശുവാന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ടോ പിറ്റേ ദിവസം എങ്ങാനും പാല് കറക്കാൻ പോയപ്പോൾ എന്താ ഉണ്ടായത്? ആകെ ഒരു 1-2 ലിറ്ററോ പാലെന്തോ അല്ലേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു സീൻ എല്ലാവരും ഓർക്കുന്നുണ്ടോ? സോ അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല ബ്രീഡിനെ യൂസ് ചെയ്യണം. ഗുഡ് ക്വാളിറ്റി ബ്രീഡിനെ യൂസ് ചെയ്താലേ എന്ത് കാര്യമുള്ളൂ? നല്ലോണം മിൽക്ക് പ്രൊഡക്ഷൻ കൂടുള്ളൂ. അവർ പറ്റിക്കപ്പെട്ടു. സോ വി നീഡ് ടു യൂസ് ഒരു നല്ല yield കിട്ടുന്ന ഏതിനെ യൂസ് ചെയ്യണം? ബ്രീഡിനെ യൂസ് ചെയ്യണം. സോ മിൽക്ക് yield is primarily dependent on the quality of the breeds. So ഗുഡ് ക്വാളിറ്റി ബ്രീഡ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താണ്? നല്ലോണം മിൽക്ക് തരണം, പ്രൊഡക്ഷൻ കൂടുതലായിരിക്കണം, yield കൂടുതലായിരിക്കണം. അത് കൂടാണ്ട് അവർക്ക് എന്തൊരു പ്രോപ്പർട്ടിയും കൂടെ വേണം? അവർക്ക് പെട്ടെന്ന് അസുഖം വരാൻ പാടില്ല. ദേ ഷുഡ് ബി റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ്. സോ അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി ഓഫ് ബ്രീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്വാളിറ്റി ഓഫ് ബ്രീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല yielding പൊട്ടൻഷ്യൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ അവർക്ക് എന്തും വേണം? അവർ റെസിസ്റ്റൻസ് ടു ഡിസീസ് കൂടെ പോസസ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ നല്ലൊരു ക്വാളിറ്റി ബ്രീഡിനെയൊക്കെ വാങ്ങിച്ചാൽ മാത്രം മതിയോ? അവർക്ക് എന്ത് കൊടുക്കണം? നല്ല ഫുഡ് കൊടുക്കണ്ടേ, അല്ലേ? സോ വി നീഡ് ടു പ്രൊവൈഡ് ദെം വിത്ത് adequate fodder and adequate water. നല്ലവണ്ണം ഭക്ഷണം കൊടുക്കണം. ഭക്ഷണത്തിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വെള്ളവും കൊടുക്കണം. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറും അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ. കൂടുതൽ വെള്ളം കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കൂടുതൽ പാല് കിട്ടുള്ളൂ. സോ ദറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദറ്റ് യു ഷുഡ് റിമെമ്പർ. നമ്മൾ നല്ലോണം ഫീഡ് ചെയ്യണം. ഫീഡിങ് ഓഫ് കാറ്റിൽ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പശുവിന് ഭക്ഷണം മാത്രം കൊടുത്താൽ മതിയോ? അവരെ വളർത്തുന്ന ഷെഡൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണെങ്കിൽ കാര്യമൊന്നുമില്ലല്ലോ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ
വളർത്തണം. വി നീഡ് ടു ക്ലീൻ ദ ഓർഗാനിസംസ്. പശുവിനെയാണെങ്കിൽ ഏത് മൃഗത്തിനാണെങ്കിലും നമ്മളതിനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ അവർ ഹാബിറ്റാറ്റ്, അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റിൽ ഷെഡും എല്ലാം ക്ലീൻ ആയിട്ട് വെക്കണം. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ സ്മോൾ സ്കെയിലൊക്കെയാണ് നമ്മൾ പശു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറി ഫാം നടത്തുന്നതെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ഈ പശു കറക്കുന്ന ആൾക്കാരുണ്ട്, അവർ തന്നെയായിരിക്കും വന്നിട്ട് കറക്കുക. സോ എന്ത് ചെയ്യണം, അവരുടെ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അൾട്ടിമേറ്റ്ലി മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ആൾക്കാർ കൈയൊക്കെ വളരെ അൺഹൈജീനിക് ആണെങ്കിൽ ഈ പാല് പെട്ടെന്ന് കേടായി പോകില്ലേ. സോ ഹൈജീൻ ഓഫ് ദ ഹാൻഡ്ലേഴ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആ കിട്ടിയ മിൽക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ ക്വാണ്ടിറ്റി മാത്രം കൂടിയാൽ പോരാ, അതിനെ സേഫായിട്ട് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ബയേഴ്സിൻ്റെ അടുത്ത് എത്തിക്കണം. സോ ഹാൻഡ്ലേഴ്സിൻ്റെ ഇതും ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാണ്ട് ഇപ്പം വലിയ വലിയ ലാർജ് സ്കെയിൽ ഡയറി ഫാമൊക്കെ ആണെങ്കിൽ എന്തും ഉണ്ടാവും, മെഷീൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ വലിയ മെഷീൻസ് വെച്ചിട്ട് ഈ പശുവിൻ്റെ പാലൊക്കെ കറക്കുന്നത്. സോ അപ്പോൾ മെഷീൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഹൈജീനും ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, ഡോക്ടറെ കാണിക്കുക. അതുപോലെ എന്ത് ചെയ്യണം, ഈ പശുവിനും അസുഖം വന്നാൽ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യണം ഡോക്ടറിനെ. യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. സോ അവരെ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് വെറ്റിനറി ഡോക്ടേഴ്സിനെ കാണിക്കണം. അത് മാത്രമല്ല നമ്മൾ റെഗുലർ ഇൻസ്പെക്ഷൻസ് നടത്തണം. എന്നിട്ട് നമ്മൾ ഈ ഇൻസ്പെക്ഷൻസ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണം. നമുക്ക് ഓരോ തവണയും നമ്മൾ കാണുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലൊക്കെ റെക്കോർഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡയറി ഫാമിന് മാനേജ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ആൻഡ് വാട്ട് ആൻഡ് ഓൾ വി ഷുഡ് ഡു ഇൻ എ ഡയറി ഫാം. സോ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ അടുത്ത പേജ് എടുക്കുകയാണെങ്കിൽ ഒരു ഡയഗ്രം കാണാം അല്ലേ, ഒരു പശു ഒരു കോഴിയുടെയും ഡയഗ്രം ഉണ്ട്. സോ ഏതാണ് ആ ബ്രീഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ദറ്റ് ബ്രീഡ് ഓഫ് കാറ്റിൽ? ഇറ്റ്സ് ആക്ച്വലി എ കൗ ആൻഡ് ഇറ്റ്സ് എ ജേഴ്സി പശുവാണ്. ജേഴ്സി പശു എന്ന് പറയുന്നൊരു പശുവാണ്. അത് നിങ്ങൾ ആ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോ അതിന് നല്ല മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതലുള്ള ഒരു ബ്രീഡാണ്. പെർ ഡേ മേ ബി 10-15 ലിറ്റേഴ്സൊക്കെ എന്തായാലും തരും ആവറേജ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ദർ ഹാവ് ബീൻ ലൈക്ക് ഇൻസിഡൻസസ് വെയർ 25-35-40 ലിറ്റേഴ്സൊക്കെ കിട്ടിയത് വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ആക്ച്വലി മിൽക്ക് പ്രൊഡക്ഷൻ തരുന്നത് ഹോൾസ്റ്റീൻ ഫ്രിസ്യൻ എന്ന് പറയുന്ന ഒരു കാറ്റിൽ ബ്രീഡാണ്. ഹോൾസ്റ്റീൻ ഫ്രിസ്യൻ. ഓക്കെ, സോ ആ ബ്രീഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് തരുന്നത്, മിൽക്ക് തരുന്നത്. പിന്നെ ഉള്ളത് ജേഴ്സി പശു തരും. പിന്നെ നമ്മുടെ നോർമൽ ഇന്ത്യൻ വെറൈറ്റീസാണ് സിന്ധി, ഗിർ, അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ. സോ ഐ ഹോപ്പ് ഡയറി ഫാം മാനേജ്മെൻറ്റ് ഇസ് നൗ വെരി ക്ലിയർ ടു യു. എന്തൊക്കെയാണ് അതിൽ പറയേണ്ടതൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ, റൈറ്റ്? ഓ, എല്ലാവരും ജേഴ്സി പശു എല്ലാം ഇടുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. സോ ഐ ഹോപ്പ് എവറിത്തിങ് റിഗാർഡിംഗ് ഡയറി ഫാം മാനേജ്മെൻറ്റ് ഇസ് ക്ലിയർ. സോ നൗ വിൽ മൂവ് ഓൺ ടു ദ പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്. ഷാൽ വി? പൗൾട്രി ഫാം മാനേജ്മെൻറ്റ് പറയട്ടെ. സോ പൗൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ്. അതാണ് നമ്മൾ പൗൾട്രി എന്നുകൊണ്ട് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ബേർഡ്സ് എന്ന് പറയുന്നത്? വിച്ച് ആർ ദ ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ്? ഹെന്നുണ്ട് അല്ലേ, ചിക്കൻ, ഹെന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണുള്ളത്? ഡക്ക് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ടർക്കി ഉണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ദെൻ വി ഹാവ് ഗൂസ്. ചിലപ്പോൾ ഗൂസ് പോലെയുള്ള ബേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പൗൾട്രി ഫാമായിട്ട് നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ബേർഡ്സ് ദറ്റ് വി റെയർ ഇൻ പൗൾട്രി ഫാംസ്. ഏതൊക്കെയാണ്? വി ഹാവ് ചിക്കൻ, ഡക്ക്, ടർക്കി ആൻഡ് ഗീസ്. സോ എന്തിനാണ് നമ്മൾ ഈ പൗൾട്രി ഫാമിൽ ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്നത്? ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? വി നീഡ് മുട്ടയും വേണം, എന്തും വേണം, മാംസവും വേണം, മീറ്റ് വേണം അല്ലേ. സോ ദോസ് ആർ ദ 2 things that we need to eat, right? അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൗൾട്രി ഫാം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സോ വി നീഡ് എഗ് ആൻഡ് മീറ്റ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെയും ഫാമിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ബ്രീഡുകൾ ഉപയോഗിക്കണം. ഗുഡ് ക്വാളിറ്റി ബ്രീഡ് എന്ന് പറഞ്ഞാൽ നല്ല എഗ്ഗും നല്ല മീറ്റും തരുന്ന ബ്രീഡുകൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്യണം, നല്ല നല്ലോണം ഫുഡ് കൊടുക്കണം. എന്നാലേ അവർ നല്ല ഹെൽത്തി ആൻഡ് സ്റ്റൗട്ടായിട്ട് മാറുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റ് കൊടുക്കണം. അവരെയും ഡിസീസ് ഫ്രീ ആക്കി വെക്കണം. നമ്മൾ ഡയറി ഫാമിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ അവരുടെ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയും. ഇവിടെ അറിയേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പൗൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കണം. ആൻഡ് അവർ തരുന്ന പ്രോഡക്ട്സ് എഗ്ഗും മീറ്റും ഒക്കെയാണ്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. സോ
ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്കും അസുഖം വരാതെ നോക്കണമെന്ന്. സോ ഇവർക്ക് വരുന്ന അസുഖം എന്താണ്? ബേർഡ് ഫ്ലൂ ഒക്കെ വളരെ പെട്ടെന്ന് വരുന്നൊരു അസുഖമാണ് അല്ലേ? നിങ്ങൾ പലപ്പോഴായിട്ടും പത്രത്തിലൊക്കെ പണ്ടൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും, പക്ഷിപ്പനി വന്ന് കുറേ പക്ഷികളെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ വന്ന് ഓർക്കുന്നുണ്ടോ? സോ ബേർഡ് ഫ്ലൂ ഒരു ഭയങ്കര ഡേഞ്ചറസ് ഇൻഫെക്ഷനാണ്. അത് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇങ്ങനെ ആ ഒരു ഫാമിലിയുള്ള എല്ലാതും ഇൻഫെക്റ്റഡ് ആവും. ആൻഡ് ചില ബേർഡ് ഫ്ലൂവിന് എന്ത് പ്രത്യേകതയുണ്ട്? അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കാം, അത് ഹ്യൂമൻസിന് ഇൻഫെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ചിലത് ഓൾറെഡി ഹ്യൂമൻ ഇൻഫെക്റ്റഡ് വേരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കും ഇൻഫെക്ഷൻസ് ഒക്കെ വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, so bird flu virus is an important thing that you should know from that poultry management. So is that clear? ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? സോ വെരി സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ ഓർത്ത് എന്തിന് ഏതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ആനിമൽ ബ്രീഡിങ്ങിനെ പറ്റി പറയാം. സോ ഇവരെ നമ്മൾ വളർത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവരെ നമ്മൾ എന്തും ചെയ്യണം? ബ്രീഡ് ചെയ്യണം. സോ എന്താണ് ഒരു ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് എന്താ പെറ്റ് ഡോഗ്സ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? നിങ്ങളുടെയൊക്കെ പെറ്റ് ഡോഗ് ഏത് ബ്രീഡാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കുറേ പേർക്കില്ലേ, ഓരോരുത്തർക്കും ഓരോ ബ്രീഡുകൾ സ്വന്തമായിട്ടുണ്ടാവും. എനിക്കുണ്ടോ ഒരെണ്ണം? എനിക്കൊരു ലാബ്രഡോർ ഉണ്ട്. ആർക്കെങ്കിലും ഉണ്ടോ ഡോഗ്സ്? ആർക്കെങ്കിലും? എനിബഡി ഈസ് ഹാവിങ് എ ഡോഗ്? സോ പലതരത്തിലുള്ള ബ്രീഡുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അല്ലേ? ലാബ്രഡോർ ഉണ്ടാവും, പോമറേനിയൻ ഉണ്ട്, ബീഗിൾ ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ ബ്രീഡ് എന്ന് പറഞ്ഞാൽ? ഇവരെല്ലാം ഡോഗ് അല്ലേ അല്ലേ? സോ ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ബ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ക്യാറ്റ് ആണെങ്കിൽ പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ഡോഗിൽ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് പറയുന്നുണ്ട്. ക്യാറ്റ് വേറെ, ഡോഗ് വേറെ. ഓക്കെ, പെറ്റ് ഡോഗ്സ് ഉള്ളവരുടെ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, സോ കുറേ പേര് അവർക്കുള്ള പെറ്റ് ഡോഗ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ വാട്ട് ഐ മീൻ ഇസ്, ഡോഗ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്പീഷീസ് ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് ആൾക്കാരാണ് എന്ത്? ഈ ബ്രീഡ്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ NCERT ടെക്സ്റ്റ് ബുക്ക്, വാട്ട് ഡു യു മീൻ ബൈ എ ബ്രീഡ്? ബ്രീഡ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെൻറ്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ്, സൈസ്, കോൺഫിഗറേഷൻ എക്സെട്ര ആർ സെഡ് ടു ബിലോങ് ടു എ ഒരു സെയിം ബ്രീഡാണെന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെൻറ്റ്, ദേ കൈൻഡ് ഓഫ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്, ദേ ബിലോങ് ടു ദ സെയിം സ്പീഷീസ് വിത്ത് മോസ്റ്റ് ക്യാരക്ടേഴ്സ് സിമിലർ ആണ്, ലൈക്ക് ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ്, സൈസ്, കോൺഫിഗറേഷൻ എക്സെട്ര. ജസ്റ്റ് നമ്മൾ തന്നെ ആർട്ടിഫിഷ്യലി പല ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും മറ്റ് സിറ്റുവേഷൻസിലൊക്കെ ബ്രീഡ് ചെയ്യിച്ച് നമ്മൾ തന്നെ പുതിയ വേരിയൻസ് പോലെ ഉണ്ടാക്കുന്നതാണ്, ആർട്ടിഫിഷ്യലി ചെയ്യുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് വാട്ട് ഈസ് മെൻ ബൈ ബ്രീഡ്. സോ ഇനി നമുക്ക് ഈ ആനിമൽ ബ്രീഡിങ്, അതെ ആനിമൽ ബ്രീഡിങ് നമ്മൾ തന്നെ ഇൻഡ്യൂസ് ചെയ്ത് ചെയ്യിക്കുന്നതല്ലേ. സോ ഈ ആനിമൽ ബ്രീഡിങ്ങിലും നമുക്ക് എങ്ങനെയൊക്കെ ബ്രീഡ് ചെയ്യാം? രണ്ട് തരത്തിലുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇൻ ബ്രീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഔട്ട് ബ്രീഡിംഗ് ഉണ്ട്. സോ ഇൻ ബ്രീഡിംഗ് ഉണ്ട്, നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഉണ്ട്. എന്താണ് ഇൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു 4 to 6 ജനറേഷൻ്റെ ഉള്ളിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മെയ്റ്റ് ചെയ്യിച്ചാലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ആ ഒരു 4 to 6 ജനറേഷൻസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെയിം ബ്രീഡ് 4 to 6 ജനറേഷൻസ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ഉള്ള ആൾക്കാർ, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രീഡ് ചെയ്യുന്നതെങ്കിൽ ഇൻ ബ്രീഡിംഗ് എന്ന് വിളിക്കും. സോ ഇൻ ബ്രീഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു സുപ്പീരിയർ മെയിലിനെ ഒരു സുപ്പീരിയർ ഫീമെയിലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അവരെ തമ്മിൽ മെയ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രൊജനീസ് കിട്ടും, ഒരു പുതിയ ജനറേഷന് കിട്ടും. ആ ജനറേഷനിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ സുപ്പീരിയർ മെയിലിനെയും ഒരു സുപ്പീരിയർ ഫീമെയിലിനെയും സെലക്ട് ചെയ്യുന്നു, അവരെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുന്നു. ഓക്കെ, ദിസ് കണ്ടിന്യൂസ് ഓൺ. സോ അതാണ് നമ്മൾ ഇൻ ബ്രീഡിങ്ങിൽ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സീ, നമ്മൾ ആ ഫസ്റ്റ് എടുത്ത സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിലിലെ ആ ഒരു കുട്ടികളുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്? ഒരു സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ എടുക്കുന്നത്. അപ്പോൾ ദേ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ്. ഓക്കെ, സോ എന്താണ് ഈ സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. വാട്ട് ഡു യു മീൻ ബൈ സുപ്പീരിയർ ഫീമെയിൽ? സുപ്പീരിയർ ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഒരു നല്ല മോർ മിൽക്ക് പെർ ലാക്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സുപ്പീരിയർ ഫീമെയിൽ എന്ന് വിളിക്കുന്നത്. NCERT ടെക്സ്റ്റിൽ കാണാമല്ലോ നിങ്ങൾക്ക്. സുപ്പീരിയർ ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽസിൻ്റെ കേസിൽ മോർ മിൽക്ക് പെർ ലാക്ടേഷൻ ആണ്. അതുപോലെ സുപ്പീരിയർ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഇസ് എ കാറ്റിൽ, പശുവിൻ്റെ കേസിൽ തന്നെ പറയാം, ഇറ്റ്സ് എ ബുൾ വിച്ച് ക്യാൻ ഗിവ് റൈസ് ടു സുപ്പീരിയർ പ്രോജിനി. സോ ബേസിക്കലി എ സുപ്പീരിയർ മെയിൽ സമ്മൺ ക്യാൻ ഗിവ് റൈസ് ടു എ സുപ്പീരിയർ പ്രോജിനി. അപ്പം അതാണ് സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത്. സോ
ഈ ഇൻബ്രീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഇൻബ്രീഡിങ് നമ്മൾ ക്ലോസ് റിലേറ്റഡ് ജനറേഷൻസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ വി ക്യാൻ ഡെവലപ്പ് പ്യോർ ലൈൻസ്. നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? പ്യോർ ലൈൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പ്യോർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോസൈഗോസിറ്റി. ഓക്കെ, നമുക്ക് അറിയാം അല്ലേ? ഇപ്പോൾ ജസ്റ്റ് ടോൾ നമ്മൾ സ്ഥിരം പറയുന്ന ചാനലിലെ ക്യാപിറ്റൽ ടി ഈസ് ടോൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടോൾ ആൻഡ് സ്മോൾ ടി ഈസ് ഷോർട്ട്. സോ ദീസ് ആർ ദ ഹോമോസൈഗസ് കണ്ടീഷൻസ്. അപ്പോൾ ടോൾ ആൻഡ് ഷോർട്ട്, ഹൈറ്റ് പറയുകയാണെങ്കിൽ ടോൾ ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞ പോലെ. സോ വി ക്യാൻ ഗെറ്റ് ഈ ഇൻബ്രീഡിങ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോമോസൈഗസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ വീണ്ടും പാരൻസിനെ എടുക്കുമ്പോൾ അതിന് അല്ലാത്ത വേരിയൻസിനെ കിട്ടിയാൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അവരെ എടുത്ത് മെയ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫുൾ പ്യോർ ആയിട്ടുള്ളൊരു ലൈൻ കിട്ടും. സോ അതാണ് ഹോമോസൈഗോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വി ക്യാൻ ഡെവലപ്പ് പ്യോർ ലൈൻസ്. പക്ഷേ അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുമുണ്ട്? ദർ ഇസ് എ ചാൻസ് ദാറ്റ് നമുക്ക് വേണ്ടാത്ത ഹാംഫുൾ ആയിട്ടുള്ള റിസസീവ് ജീൻസ് വരും. ചില ജീൻസ് പക്ഷേ നമുക്കത്ര ഗുണം ചെയ്യില്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള റിസസീവ് ജീൻസും നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വരാൻ സാധ്യതയുണ്ട്. ദർ ഇസ് എ ചാൻസ് that certain harmful genes get exposed. Inbreeding exposes the harmful recessive genes. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ സെലക്ട് ചെയ്യാതിരിക്കാം. അടുത്ത ജനറേഷനെ നമ്മൾ പുതിയ പ്രൊജനീസ് ഉണ്ടാക്കാൻ മെയ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓഫ്സ്പ്രിങ്ങിനെ നമുക്ക് എടുക്കാതിരിക്കാം. ഇതൊരു എന്താ പറയുക, ഡിമെറിറ്റ് ഓഫ് ഇൻബ്രീഡിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ പ്രോബ്ലം നോൺ ആസ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. എന്താണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓർഗാനിസംസിന് ദിയർ റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി ഉണ്ടാവും ആൻഡ് പ്രൊഡക്ടിവിറ്റി. ദിയർ ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് കാര്യമുണ്ടോ? നമ്മൾ ഈ പ്രോസസ്സ് തന്നെ ചെയ്യുന്നത് എന്താ? നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കൂട്ടണം. അതിനല്ലേ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? ദർ ഇസ് എ പ്രോബ്ലം നോൺ ആസ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വേർ ദർ ഇസ് റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ ഇങ്ങനെ സംഭവിച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെയിം ബ്രീഡിൻ്റെ ഉള്ളിൽ തന്നെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ എടുത്തിട്ട്, ഒരു സുപ്പീരിയർ ആനിമലിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെയ്റ്റ് ചെയ്യിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? അൺറിലേറ്റഡ് സുപ്പീരിയർ ആനിമൽ ഓഫ് ദ സെയിം ബ്രീഡിനെ എടുത്ത് മെയ്റ്റ് ചെയ്യിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പ്രൊഡക്ടിവിറ്റി റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് വി ക്യാൻ റിസ്റ്റോർ ദാറ്റ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷനൊക്കെ പോകും. സോ ഇസ് ദാറ്റ് ക്ലിയർ? ദാറ്റ്സ് അബൌട്ട് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. വാട്ട് ഈസ് മെൻ ബൈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ? 4 to 6 ജനറേഷൻസിൻ്റെ ഉള്ളിൽ റിലേറ്റീവ്സ് ഉള്ളവരായിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ? ഹോമോസൈഗോസിറ്റി ഉണ്ടാവും, അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. സംടൈംസ് ഇറ്റ് എക്സ്പോസസ് ഹാംഫുൾ റിസസീവ് ജീൻസ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്താണ്? ഹൗ ടു ഓവർകം ദാറ്റ്. സോ ദാറ്റ്സ് ഓവർ. ഇനി നമുക്ക് പറയാനുള്ളത് ഔട്ട് ബ്രീഡിംഗ് ആണ്. ഓക്കെ, ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്. അൺറിലേറ്റഡ് ആനിമൽസിനെ ബ്രീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുക. ഔട്ട് ബ്രീഡിംഗ് ഇസ് ഫർദർ വീണ്ടും 3 ടൈപ്പ് ഉണ്ട്. ദർ ഇസ് ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ, കണ്ടെടുത്തോളം ഡൗട്ടുകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഞാൻ സ്പീഡ് മാക്സിമം കൂട്ടാം. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. സോ കമ്മിങ് ബാക്ക്, ഔട്ട് ബ്രീഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ക്രോസിംഗ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഔട്ട് ക്രോസിംഗ്? 4 to 6 ജനറേഷൻസിൽ ഒരു കോമൺ ആൻസിസ്റ്റർ പോലും ഇല്ലാത്ത ഓർഗാനിസംസിനെ തമ്മിൽ മെയ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട് ക്രോസിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോ കോമൺ ആൻസിസ്റ്റർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ പെഡിഗ്രി അപ് ടു 4 to 6 ജനറേഷൻ. അത് ഒരു ബെസ്റ്റ് ടെക്നിക്കാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പ്രൊഡക്ടിവിറ്റി കുറവുള്ള ഒരു കൗ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാറ്റിലുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് ഈ ഔട്ട് ക്രോസിംഗ് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. സോ അതാണ് ഔട്ട് ക്രോസിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ ഇൻബ്രീഡിങ് ചെയ്തിട്ട് ഇൻബ്രീഡിങ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? വി ഡു ഔട്ട് ക്രോസിംഗ്. ഈ ഔട്ട് ക്രോസിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് ഡിപ്രഷനെയും ഓവർകം ചെയ്യുന്നത്. I hope that's clear. Okay, so that is meant by out crossing. Okay, out crossing എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ക്രോസ് ബ്രീഡിംഗ് ആണ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഒരു ബ്രീഡിലെ സുപ്പീരിയർ മെയിലും മറ്റൊരു ബ്രീഡിലെ സുപ്പീരിയർ ഫീമെയിലും എടുത്തിട്ട് നമ്മൾ അവരെ തമ്മിൽ മേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ ക്രോസ് ബ്രീഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ബ്രീഡിൽ നമുക്ക് ചില ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് ബ്രീഡിംഗ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, 2 ഡിഫറെൻറ്റ് ബ്രീഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സുപ്പീരിയർ മെയിൽ ഫ്രം വൺ ബ്രീഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽ ഓഫ് അനദർ ബ്രീഡ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഹിസാർഡേൽ എന്ന് പറയുന്ന ഒരു ഷീപ്പ്. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ബിക്കാനറി ഈവ്സ് ആൻഡ് മാരിനോ റാംസ്. ബിക്കാനറി ഈവ്സ് ആൻഡ് മാരിനോ റാംസിനെ ക്രോസ് ചെയ്തിട്ട് കിട്ടിയതാണ് നമുക്ക് എന്ത്, ഹിസാർഡേൽ. ഓക്കെ, ഹിസാർഡേൽ എന്ന് പറയുന്ന ഈ ഒരു ഷീപ്പ്. ഓക്കെ, ദിസ് വാസ് ഡൺ ഇൻ പഞ്ചാബ്. ആ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഹിസാർഡേ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പാണ്, ഒബ്റ്റൈൻഡ് ഇൻ പഞ്ചാബ് ഫ്രം ബിക്കാനറി ഈവ്സ് ആൻഡ് മാരിനോ റാംസ്. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇന്റർ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ, 2 ഡിഫറെൻറ്റ് സ്പീഷീസ് എന്ന്, ബട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. ഓക്കെ, 2 ഡിഫറെൻറ്റ് സ്പീഷീസിനെ തമ്മിൽ മേറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മ്യൂൾ എന്ന് പറയുന്നത്, വേർ വി ക്രോസ് ഡോങ്കി ആൻഡ് ഹോഴ്സ്. ഡോങ്കി ആൻഡ് ഹോഴ്സിനെ ക്രോസ് ചെയ്തിട്ടാണ് മ്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ്റെ ഓഫ് സ്പ്രിങ്സ് ദേ ജനറലി ഡോണ്ട് പൊസസ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. അവർക്ക് റീപ്രൊഡക്ഷൻ്റെ ഒരു എബിലിറ്റി ഇല്ല. ദേ ജസ്റ്റ് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഹിയർ you know mule is being used for carrying luggages and all. So I hope all the different breeding techniques are clear. Okay, so എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇപ്പോൾ പറഞ്ഞ ഈ ടെക്നിക്സിലൊക്കെ നമുക്ക് ഓർഗാനിസംസിനെ തമ്മിൽ മേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ബട്ട് ഇങ്ങനെ നമ്മൾ 2 ഓർഗാനിസംസിനെ കൊണ്ടുവന്ന് മേറ്റ് ചെയ്താലും ദ ചാൻസസ് ഓഫ് ഹാവിങ് ആൻ ഇഫക്റ്റീവ് ഒരു ഓഫ് സ്പ്രിങ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ലോ. അത് കുറവാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് സക്സസ് റേറ്റ് ഇസ് ഫെയർലി ലോ എന്ന് തന്നെ പറയാം. സോ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കൺട്രോൾഡ് ആയിട്ടുള്ള ബ്രീഡിങ് എക്സ്പെരിമെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പ്ലസ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ. Okay, artificial insemination plus multiple ovulation embryo transfer. Artificial insemination നമ്മൾ എന്താ ചെയ്യുന്നത്, സെമൻ ഫ്രം ദ ഡിസയേർഡ് മെയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സെമൻ എടുത്തിട്ട് നമ്മൾ ഫീമെയിൽ ഓർഗാനിസത്തിലേക്ക് നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യാം. നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും, ഇമീഡിയറ്റ്ലി യൂസ് ചെയ്യാം. ഇറ്റ്സ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അല്ലെങ്കിൽ വി ക്യാൻ ഫ്രോസ് ഇറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ എ ലേറ്റർ ടൈം. ഇപ്പോൾ വി ആർ ഹാവിങ് എ ഫീമെയിൽ cattle somewhere else, you can transport it and use it. So that's artificial insemination. നമുക്ക് സെമൻ കളക്ട് ചെയ്യുന്നു ഒരു പാരൻറ്റിൽ നിന്ന്, എന്നിട്ട് നമ്മൾ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓഫ് ദ ഫീമെയിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നു. ഈവൻ ഇങ്ങനെ ചെയ്താൽ പോലും ആ സമയത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പീരിയഡ് ആ ഒരു ടൈമിൽ ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരു ഒറ്റ എഗ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ചാൻസസ് ഓഫ് സക്സസ്ഫുൾ മേറ്റിംഗ് ഇസ് ക്വൈറ്റ് ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഓവുലേഷൻ ആ വേർഡിലുണ്ട്. എന്താ നമ്മൾ ചെയ്യുന്നത്, വി ഇൻജെക്ട് ഹോർമോൺസ് ഇൻ ടു ദ ഫീമെയിൽ ഓർഗാനിസം. നമ്മൾ ഇപ്പോൾ കൗ ആണെങ്കിൽ കൗവിലോട്ട് ഹോർമോൺ ഇൻജെക്ട് ചെയ്യും, വിച്ച് ഹാസ് FSH ലൈക്ക് ആക്ടിവിറ്റി. നിങ്ങൾക്ക് അറിയാം FSH എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. സോ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ഓഫ് ദേ ക്യാൻ ഇൻഡ്യൂസ് follicular maturation and cause super ovulation. This causes what? ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു, സൂപ്പർ ഓവുലേഷൻ ഉണ്ടാക്കുന്നു. അതായത് നോർമലി നമ്മുടെ ഓവുലേഷനിൽ ഒരു എഗ്ഗാണ് 1 സൈക്കിളിൽ റിലീസ്ഡ് ആവുന്നത്. ബട്ട് ഇൻ സൂപ്പർ ഓവുലേഷൻ വി ക്യാൻ ഗെറ്റ് അപ് ടു 6 to 8 eggs in a cycle. നമുക്ക് ഒരു സൈക്കിളിൽ എന്ത് ചെയ്യാം, 6 to 8 eggs കിട്ടാം. സോ ഈ 6 to 8 eggs ഉണ്ടെങ്കിൽ ഒരു 1 egg ഉള്ള സ്ഥലത്ത് ഒരു എഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഹോർമോൺ കൊടുത്തതിന് ശേഷം 6 to 8 eggs ഉള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ 2 സിറ്റുവേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്താൽ മോർ സക്സസ് റേറ്റ് എവിടെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്, മോർ അത് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത എവിടെയാണ്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇൻ ദിസ് MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. അപ്പോൾ ഇതിലൊരു 2-3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫെർട്ടിലൈസ്ഡ് ആവാം. സോ ഐദർ
in this embryo transfer technology we can mate the animals or you can do artificial insemination. അങ്ങനെ ചെയ്തതിന് ശേഷം കിട്ടുന്ന എഗ്ഗിന്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് എന്ത് ചെയ്യും, 8 to 32 സെൽ സ്റ്റേജിൽ നമ്മൾ റിട്രീവ് ചെയ്യും, നോൺ സർജിക്കലി റിട്രീവ് ചെയ്തിട്ട് നമ്മൾ സറഗേറ്റ് മദേഴ്സിലേക്ക്, വാടക ഗർഭപാത്രം വേറെ കാറ്റിൽസിലോട്ട് എന്ത് ചെയ്യുന്നു, ഇഞ്ചെക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ വേറെ തന്നെ അവരെ വളരാൻ സമ്മതിക്കുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് മൾട്ടിപ്പിൾ ഓവുലേഷൻ, എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ദർ ആർ ഗുഡ് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് മോർ പ്രോജനീസ്. നമുക്ക് മോർ പ്രോജനീസ് വേണം അല്ലേ, നമുക്ക് മോർ ഈൽഡ് വേണം, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. ഇതുവരെ എടുത്ത എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അതിൻ്റെ ഇടയിൽ ഫാത്തിമ എന്നെ പറഞ്ഞിട്ടുണ്ട് ക്രയോ പ്രിസർവേഷൻ ആണ് ചെയ്യുക. യെസ്, നമ്മൾ വളരെ ലോ ടെമ്പറേച്ചറിൽ നൈട്രജൻ്റെ ആ ഒരു പ്രസൻസിലാണ് നമ്മൾ ഈ പറഞ്ഞ സ്പേംസിനെയൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. യെസ്, സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് ചെയ്യാവോ? ലാസ്റ്റ് കുറേ പേര് ക്വസ്റ്റ്യൻസ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. I haven't taken any questions with me. Maybe next time ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്കൊരു ദിവസം എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വിൽ ഗോ ഓൺ ടു ദ നെക്സ്റ്റ്. നമ്മൾ ബ്രീഡിംഗ് പറഞ്ഞു, ആനിമൽ ബ്രീഡിങ്ങിൻ്റെ എല്ലാ ടെക്നിക്സും അതിലുപയോഗിക്കുന്ന ടെക്നോളജി എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ട് ആനിമൽ ഹസ്ബൻഡറിയുടെ ഭാഗമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബീ കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പിക്കൾച്ചർ. നമ്മൾ ഹണി ബീസിനെ വളർത്തുന്നു, അതാണ് ബേസിക്കലി എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹണി ബീസിനെ വളർത്തുന്നത് എന്തിനാണ്? നമ്മളിപ്പോൾ നേരത്തെ കോഴീനെ വളർത്തുന്ന മുട്ടയ്ക്ക് മീറ്റിനെന്ന് പറഞ്ഞ പോലെ ഹണി ബീസിനെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? വി ഗെറ്റ് ഹണി, നമുക്ക് തേൻ കിട്ടും, നമുക്ക് എന്ത് കിട്ടും? ബീസ് വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൂടെ കിട്ടും. സോ വി ഗെറ്റ് ഹണി ആൻഡ് ബീസ് വാക്സ്. ഹണി നമുക്ക് എന്തുണ്ട്? ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. കൂടാണ്ട് ഇറ്റ്സ് യൂസ്ഡ് ഇൻ മെനി ഇൻഡിജീനസ് medical practices. I hope that's clear. അപ്പോൾ ഹണി ഇങ്ങനെയുള്ള യൂസസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബീസ് വാക്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഉപയോഗിക്കാറുണ്ട്. മോയ്സ്ചറൈസേഴ്സിൽ, ഈ ലിപ് പ്രോഡക്ട്സ് ഒക്കെ, ലിപ്സ്റ്റിക് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ബീസ് വാക്സ് യൂസ് ചെയ്യാറുണ്ട്. സോ വിറച്ചുപോയി കൈ. സോ എന്താണ് നമ്മൾ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്ത് പ്രോഡക്റ്റിലാണ് യൂസ് ചെയ്യുന്നത്? ബീസ് വാക്സ് പോളിഷസ് ഉണ്ടാക്കാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബീസ് വാക്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഹണി ബീസിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത്, ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഏപ്പിസ് ഇൻഡിക്കയാണ്. ഏപ്പിസ് ഇൻഡിക്ക എന്ന് പറഞ്ഞ സ്പീഷീസാണ് നമ്മൾ ബീ കീപ്പിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ചില കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ബീ കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ 5 പോയിൻ്റ് ആയിട്ട് കൊടുത്ത കാര്യങ്ങളാണ്. നമുക്ക് ഈ ബീസിന് നമുക്ക് സ്മോൾ സ്കെയിലായിട്ടും ലാർജ് സ്കെയിലായിട്ടും ചെയ്യാം, അതിൻ്റെ കൾച്ചറിങ് ചെയ്യാൻ പറ്റും. വി നീഡ് ടു നോ ദ നേച്ചർ ആൻഡ് ദ ഹാബിറ്റ് ഓഫ് ദ ബീസ്. നിങ്ങൾക്ക് അറിയാം ഈ ബീസിൽ ക്വീൻ ബീ ഉണ്ട്, വർക്കർ ബീ ഉണ്ട്. അപ്പോൾ ദേ ഷുഡ് നോ ഹൗ ദിസ് സിസ്റ്റം വർക്ക്സ്, വെൻ ടു റിയലൈസ് ദേ ആർ ഗോണ മേക്ക് ഹണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ആൻഡ് ദേ നീഡ് ടു സെലക്ട് എ സൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ദ ബീ ഹൈവ്സ്. അതായത് ഈ ബീസിന് പുറത്തേക്ക് ട്രാവൽ ചെയ്ത് പോളിനേഷനും കാര്യങ്ങളൊക്കെ നടത്തി ഹണിയൊക്കെ കളക്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഒരു ആംബിയൻസിൽ വേണം അവർ വളർത്താൻ വേണ്ടിയിട്ട്. സോ ദേ നീഡ് ടു സെലക്ട് ദ സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ദ ബീ ഹൈവ്സ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടാസ്ക്. നമ്മൾ ഈ ഹണി ബീസിന് ഈ ഒരു സ്വാമിന്ന് നമ്മൾ ഹണിയും ബീസ് വാക്സും ഒക്കെ കളക്ട് ചെയ്യണം വിത്തൗട്ട് ഗെറ്റിംഗ് ഓൾ ദ ബീ പ്രിക്സ്. സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണം. ആൻഡ് വി നീഡ് ടു നോ ദ മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്. ഓരോ സീസണിലും അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ ഓരോ പീരിയഡിലും അവരുടെ ലൈഫ് സ്റ്റൈൽ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, and also we should know the handling and collection of honey and beeswax. Okay, is that clear? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ബീസ് ആർ പോളിനേറ്റേഴ്സ്. ബീസിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടെ, നമുക്ക് അങ്ങനെ ഒരു ഗുണം കൊണ്ടുണ്ട്. ദേ ആർ പോളിനേറ്റേഴ്സ്. ഏതൊക്കെ സ്പീഷീസിനെയാണ് അവർ പോളിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? സൺഫ്ലവർ, ബ്രാസിക്ക, ആപ്പിൾ ആൻഡ് പെയർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ബീസിന് നമുക്ക് എന്ത് ചെയ്യാം? ക്രോപ്പ് ഫീൽഡിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനേഷൻ നടക്കും, നമുക്ക് അതിൻ്റെ ഒപ്പം എന്തും കിട്ടും? ഹണി ആൻഡ് ഓൾസോ ഈ പറഞ്ഞ ബീസ് വാക്സും കിട്ടും. സോ ഐ ഹോപ്പ് എപ്പിക്കൾച്ചർ ഈസ് ക്ലിയർ. അതൊരു വെരി ഷോർട്ട് ടോപ്പിക്കാണ്, നിങ്ങൾക്ക് വെറുതെ ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. നൗ വിൽ ഗോ ഓൺ ടു ഫിഷറീസ്. ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് catching, processing and selling of fish.
catching, processing and selling of fish. Fish മാത്രമല്ല, shellfish and other aquatic animals too. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിഷറീസിൽ വരുന്നത്. സോ ഏതൊക്കെയാണ്, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദർ ആർ ഫ്രഷ് വാട്ടർ ഫിഷസ് ലൈക്ക് റോഹു, കട്ട്ല ആൻഡ് കോമൺ കാർപ്പ്. റോഹു, കട്ട്ല, കോമൺ കാർപ്പ് പോലെയുള്ള ഫ്രഷ് വാട്ടർ ഫിഷസും മെറൈൻ ഫിഷസ് ലൈക്ക് ഹിൽസ, സാർഡൈൻ മത്തി, മാക്രിൽസ് ഐല ആൻഡ് പോംഫ്രെറ്റ് അങ്ങനെയുള്ള ഫിഷസ് ആണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഹിൽസ, സാർഡൈൻ, മാക്രിൽസ് ആൻഡ് പോംഫ്രെറ്റ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ ഫ്രഷ് വാട്ടർ ഫിഷസും മെറൈൻ ഫിഷസും അല്ലാണ്ട് വി ഇൻക്ലൂഡ് ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺ, ക്രാബ്സ്, ലോബ്സ്റ്റർ അങ്ങനെയുള്ള ഓയിസ്റ്റർ പോലെയുള്ള സംഭവങ്ങൾ, മോളസ്കൻസ്, അങ്ങനെ കുറച്ച് വേറെ കുറച്ച് കാറ്റഗറിയിലുള്ളവരും കൂടെ നമ്മൾ ഈ ഫിഷറീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ, നമുക്കറിയാം ഇന്ത്യക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു വലിയ ഭാഗമാണ് ഈ ഫിഷറീസ് എന്ന് പറയുന്നത്, ഫിഷിനെ വളർത്തുക എന്നുള്ളത്. ഓക്കെ, സോ അതിൽ തന്നെ നമ്മൾ ഈ ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൾച്ചർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റിലും അതുപോലെ തന്നെ നമ്മൾ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്നു. ആ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിസി കൾച്ചർ ആൻഡ് അക്വാ കൾച്ചർ എന്ന് വിളിക്കുന്നത്. പിസി കൾച്ചറിന് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാച്ചിങ് ആൻഡ് റെയറിങ് ഓഫ് ഫിഷ്, ആൻഡ് നമ്മൾ ഫിഷിനെ വളർത്തുന്നു ഫോർ ഫിഷ് പ്രോഡക്ട്സ്, അതിനെയാണ് പിസി കൾച്ചർ എന്ന് വിളിക്കുക. അക്വാ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷസ് മാത്രമല്ല, ഓൾ ദ ഫ്ലോറ ആൻഡ് ദ ഫോണ ദറ്റ് ബിലോങ്സ് ടു ദ അക്വാട്ടിക്, ആ ഒരു അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ വളരുന്ന എല്ലാ ഓർഗാനിസംസിനെയും നമ്മുടെ അക്വാ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോൺസ്, ക്രസ്റ്റേഷ്യൻസ് പോലെയുള്ള ഓർഗാനിസംസ് കൂടെ എന്തായിട്ട് മാറും? അതിൻ്റെ ഭാഗമായിട്ട് മാറും. സോ ഈ പിസി കൾച്ചർ ആൻഡ് അക്വാ കൾച്ചർ പോലെ നമ്മൾ ടെക്നിക്സ് കൊണ്ടുവന്നതോടുകൂടെ നമ്മുടെ ഫിഷറി ഇൻഡസ്ട്രിയും വളരെയധികം ഫ്ലറിഷ് ചെയ്തു. കുറേ ഫിഷസിനെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ റൈസ് ഉണ്ടായതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലൂ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ബ്ലൂ ഇമാജിൻ ചെയ്താൽ മതി, കടലാണ്, സീ. സോ അങ്ങനെ ഉണ്ടായ റെവല്യൂഷനാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇതൊരു സെഷനാണ്, ആനിമൽ ഹസ്ബൻഡറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞു. ഇസ് ദാറ്റ് ഓക്കെ? യാ നേഹ, യെസ്, ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് എഗ്, സിൽവർ റെവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഐ ഹോപ്പ് ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് എന്നുള്ള രീതിയിലാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ വായിക്കാം. ഈ സിൽക്ക് വർമിനെ കൾച്ചർ ചെയ്യുന്ന സെറികൾച്ചർ, അതുപോലെ തന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ റീഡിംഗ് പോലെ വേണമെങ്കിൽ ബീ കീപ്പിങ്ങിൽ വേറെ ബീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, ബട്ട് നമുക്ക് ഫസ്റ്റ് ബേസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT ആണ്. വി നീഡ് ടു കവർ ദ NCERT. NCERTയിൽ ഓരോ സെൻറ്റൻസും നിങ്ങൾ കറക്റ്റായിട്ട് അറിയണം. കാരണം അവരെങ്ങനെയാണ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണോ? കാരണം ഇനി നമ്മളൊരു നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്, പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഷാൽ വി കണ്ടിന്യൂ വിത്ത് പ്ലാൻ ബ്രീഡിംഗ്? സോ തുടങ്ങാം. ഷാൽ വി കണ്ടിന്യൂ? പ്ലാൻ ബ്രീഡിംഗ് എടുക്കട്ടെ? തുടങ്ങട്ടെ? നമുക്ക് ഇതുവരെയുള്ള എല്ലാം ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം, നമ്മുടെ ഈ ഒരു കൃഷി അല്ലേ, അഗ്രികൾച്ചർ എന്നുള്ളത്, അതായത് ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇറ്റ് ബിഗാൻ നിയർലി ഒരു 9,000 to 11,000 years എഗോ നമ്മൾ പ്ലാന്റ്സിനെ ബ്രീഡ് ചെയ്തതിനും അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ഫാമിംഗ് പോലെയുള്ള പ്രാക്ടീസസ് തുടങ്ങിയതിനുള്ള എവിഡൻസസ് ഉണ്ട്. സോ നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ പ്രാക്ടീസസിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ബയോമാസ് മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് പ്രൊഡക്ഷൻ പൊതുവെ കുറവാണ്. പ്രൊഡക്ഷൻ കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമുക്ക് മാനേജ്മെൻറ്റ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാം. കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്താലും നമുക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ലിമിറ്റുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ലിമിറ്റഡ് സ്ഥലമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ കുറഞ്ഞ സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്ഷൻ കൂട്ടണം. പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ കൂട്ടണം. വി നീഡ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ. സോ എഗെയിൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ഇൻകം അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്തെന്നാണ്? അഗ്രികൾച്ചർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുക. പക്ഷേ നമ്മുടെ പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ എന്താണ്? വളരെ വളരെ കുറവായിരുന്നു. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു സെക്ഷൻ വേർ ഹ്യൂമൻ ഹെൽത്ത് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. സോ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലാബിൽ ഹൈ yielding വെറൈറ്റി ഓഫ് പ്ലാന്റ്സിന് പ്രൊഡ്യൂസ് ചെയ്തു. സ്പെസിഫിക്കലി പറഞ്ഞാൽ സെമി ഡ്വാർഫ് വെറൈറ്റി ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ സെമി ഡ്വാർഫ് ആയിട്ടുള്ള റൈസ്, ഹൈ yielding ആയിട്ടുള്ള റൈസ് വെറൈറ്റീസും പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വീറ്റും റൈസ് വെറൈറ്റിയും പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഏക്കർ കൃഷി സ്ഥലത്ത് ഒരു ഈ ഒരു MS സ്വാമിനാഥൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിന് മുമ്പ് നമുക്ക് കിട്ടിയത് ഒരു ടണ്ണാണെന്ന് പറയുന്നത്. ഇറ്റ്സ് ഹൈപ്പോതെറ്റിക്കൽ. ഒരു ടൺ അരിയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ഒരു ഹൈ yielding വെറൈറ്റി വരുമ്പോൾ എന്താ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റും, 2 ടണ്ണൊക്കെ കിട്ടാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ കൂടി. അദ്ദേഹം ഈ ലാബിൽ ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഫീൽഡിലോട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡബിൾ ട്രിപ്പിളൊക്കെ ആയിട്ട് മാറി. സോ അങ്ങനെ ഒരു ഹ്യൂജ് ബയോമാസ് പ്രൊഡക്ഷനിൽ വന്നൊരു ഇൻക്രീസ് നമ്മുടെ എല്ലാവർക്കുമുള്ള ആ ഒരു ഫാമിൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി തന്നു. അത് ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ബട്ട് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ വേൾഡ് ആരാണ്? ഈ ഒരു റെവല്യൂഷൻ, ഈ ഒരു ഇതിന് റീസൺ ആയത് ആരാണ്? ഏത് സയൻറ്റിസ്റ്റാണ്? ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും പറയാവോ? യെസ്, ഫാത്തിമ ഹെന്ന. ലാബ് ടു ലാൻഡ് ആണ്, ശരിയാണ്. ലാബിൽ നമ്മൾ തുടങ്ങിയ ആ ഇത്രയും ഹൈ yielding ആയിട്ടുള്ള വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ലാൻഡിൽ കൊണ്ടുവന്നിട്ട് അത്രയ്ക്ക് ഹ്യൂജ് ആയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റി. ഡു യു നോ ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ആർക്കെങ്കിലും അറിയോ? ഐ വുഡ് ലൈക്ക് ടു നോ. നോബൽ ലോറേറ്റ് ആണ്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നോർമൻ ബോർലോഗ്. ഓക്കെ, നമുക്ക് ഇനിയും ടെക്സ്റ്റിൽ ഒരു പോർഷനിൽ വരുന്നുണ്ട്. സോ നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് സത്യത്തിൽ മെക്സിക്കോയിൽ ഈ സെമി ഡോർഫ് വെറൈറ്റീസ് കൊണ്ടുവന്നത്. സോ യു ഗെറ്റ് ദ ഐഡിയ റൈറ്റ്. ഈ ഒരു ഗ്രീൻ റെവല്യൂഷനിലാണ് നമ്മൾ ലബോറട്ടറി കണ്ടീഷൻസിൽ കുറച്ചുകൂടെ ഹൈ yielding ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടാക്കി. നമുക്ക് ഹൈ yielding ആനിമൽസ് ഉണ്ടായതുപോലെ നമുക്ക് എന്തും വേണം, ഹൈ yielding ആയിട്ടുള്ള ക്രോപ്സും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ yielding ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, കുറച്ച് പേര് പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കമൻസ് കാണുന്നത്. ഓക്കെ, ചിത്ര യെസ്, നന്ദന കറക്റ്റാണ്, ബീന എല്ലാവരും കറക്റ്റാണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ഹൈ yielding വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാൻ ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പ്ലാൻ ബ്രീഡിങ്ങിൽ നമുക്കും എന്തൊക്കെയാണ്, നമ്മളിപ്പം ഓരോ ആനിമലിനെ വളർത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്രത്യേകത വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് നല്ലൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണം? എന്തൊക്കെ പ്രത്യേകതകൾ വേണം? പറഞ്ഞാട്ടെ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. സോ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആയിരിക്കണം. ഓക്കെ, നല്ല ഈൽഡ് കിട്ടണം, കൂടുതൽ ഈൽഡ് കിട്ടണം, ഈൽഡ് നല്ല കൂടുതലായിരിക്കണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവണം? പെട്ടെന്ന് ഒരു ഇത്തിരി വെയിൽ, കുറച്ച് ടെമ്പറേച്ചർ കൂടി, ഭയങ്കര സിവിയർ ഡ്രോട്ട് എന്നൊന്നും പറയുന്നില്ല, ഡ്രോട്ട് അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥ എന്നൊന്നും പറയുന്നില്ല, കുറച്ച് വെള്ളം കുറഞ്ഞു, വെയിൽ കൂടി, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ സ്ട്രെസ് വന്നാലും അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. ദർ ഷുഡ് ബി ഇൻക്രീസ്ഡ് ടോളറൻസ് ടു ദ എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. ഇൻക്രീസ്ഡ് ടോളറൻസ് ടു ദ എൻവയോൺമെൻറ്റൽ സ്ട്രെസ്. സ്ട്രെസ്സസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ പിന്നെ എന്താ വേണ്ടത്? പെട്ടെന്ന് അസുഖം വന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഈ പറഞ്ഞ ബാക്ടീരിയൽ, ഫംഗൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസിനോട് റെസിസ്റ്റൻസ് വേണം. ദേ നീഡ് റെസിസ്റ്റൻസ് ഫ്രം ഇൻഫെക്ഷൻസ്. ഓൾ ദ ബാക്ടീരിയൽ, വൈറൽ ആൻഡ് ഫംഗൽ എല്ലാത്തിനും കിട്ടുന്നല്ല, അതൊക്കെയാണ് നമ്മൾ ഐഡിയലി ഒരു പ്ലാന്റിൽ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത് വേണം? ഈ ഇൻഫെക്ഷൻസ് മാത്രമല്ലല്ലോ വരാറ്, കീടങ്ങൾ വരില്ലേ, പെസ്റ്റുകൾ വരില്ലേ, ഇൻസെക്ട്സ് വരില്ലേ. സോ ദേ നീഡ് ഇൻക്രീസ്ഡ് ടോളറൻസ്. ഈ പറഞ്ഞ ഇൻസെക്ട്സ് അല്ലെങ്കിൽ പെസ്റ്റിൽ നിന്നും അവർക്ക് ഒരു സെൽഫ് പ്രൊട്ടക്ഷനുള്ള എബിലിറ്റി കൂടെ വേണം. ഇൻക്രീസ് ടോളറൻസ് ടു ഇൻസെക്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നല്ലൊരു പ്ലാന്റ് ബ്രീഡിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നമ്മൾ പറയേണ്ട എന്തൊക്കെയാണ്? സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് ഓഫ് പ്ലാൻ ബ്രീഡിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? സോ നമ്മൾ ഈ ഒരു റീജിയൻ എത്തുമ്പോഴേക്ക് സ്റ്റെപ്സിലെത്തി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി ആണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസൈറ്റ്. നമുക്ക് പ്ലാൻ ബ്രീഡിങ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പെർട്ടിക്കുലർ ബ്രീഡിൻ്റെ ഉള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ വെറൈറ്റി ഇൻക്ലൂഡിങ് ദ വൈൽഡ് വെറൈറ്റീസ് വിച്ച് ഇസ് നോട്ട് ഈവൻ നമുക്ക് വൈൽഡ് വെറൈറ്റീസ് ചിലപ്പോൾ ഒരു അഗ്രികൾച്ചറൽ സിറ്റുവേഷൻസിൽ കൾച്ചറബിൾ ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ
നമ്മൾ ഈ പറഞ്ഞ വൈൽഡ് വെറൈറ്റീസും എല്ലാ തരത്തിലുള്ള വെറൈറ്റീസിനെയും കളക്ട് ചെയ്യും. ഓക്കെ, സോ ആ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജേം പ്ലാസം എന്ന് വിളിക്കുന്നത്. ജേം പ്ലാസം കളക്ഷൻ. ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദ എൻറ്റയർ കളക്ഷൻ ഹാവിങ് ഓൾ ദ എലീൽസ് ഫോർ ഓൾ ദ ജീൻസ് ഓഫ് എ ഗിവൺ ക്രോപ്പ്. അതാണ് ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻറ്റയർ കളക്ഷൻ ഓഫ് ഓൾ ദ ഡൈവേഴ്സ് എലീൽസ് ഓഫ് ഓൾ ജീൻസ്, എല്ലാ ജീനുകളുടെയും എല്ലാ എലീലുകൾ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ എല്ലാ ജീനുകളുടെയും എല്ലാ എലീലുകളും പൊസസ് ചെയ്യണം. അതിൻ്റെ എൻറ്റയർ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജേം പ്ലാസം കളക്ഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് പ്ലാന്റ് ബ്രീഡിങ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, പ്രീ റിക്വിസൈറ്റ് ഫോർ ഇഫക്റ്റീവ്ലി സെലക്ടിങ് ദ പേരൻസ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യം നമുക്ക് എന്ത് ഡിസൈഡ് ക്വാളിറ്റീസ് ആണ് കമ്പൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ള പാരൻസിനെ ഈ പറഞ്ഞ കളക്ഷന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യണം. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ജേം പ്ലാസത്തിൽ നിന്ന് നമ്മൾ നല്ല 2 പേരൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അത് മാത്രമല്ല, അതിന് മുമ്പ് വേണമെങ്കിൽ അവരെ പ്യുവർ ലൈൻസ് ആക്കി മാറ്റാം. ദ സെലക്റ്റഡ് പേരൻസ് ആർ മൾട്ടിപ്ലൈഡ്. സോ ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പേരൻസിനെ സെലക്ട് ചെയ്ത് അടുത്ത നമ്മുടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഡെഫിനറ്റ്ലി ഇറ്റ്സ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ അല്ലേ? ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പേരൻസ്. നമ്മൾ 2 പേരൻസ്, ഒരു മെയിൽ പ്ലാന്റും എടുത്തു, ഒരു ഫീമെയിൽ പ്ലാന്റും എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസൈഡ് ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് എടുത്തത്. നമ്മുടെ മെയിൽ പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് നമ്മൾ ആർട്ടിഫിഷ്യലി പിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? യെസ്, ആ പോളൻ ജെർമിനേറ്റ് ചെയ്ത് പിന്നീട് നമുക്ക് പുതിയ ക്രോപ്പ് വരെ കിട്ടും. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് അല്ലേ? നമ്മൾ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മെയിൽ പാരൻറ്റിൽ നിന്ന് നമ്മൾ പോളൻ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇറ്റ്സ് സ്റ്റിഗ്മ ഓഫ് ദ ഫീമെയിൽ പാരൻറ്റിൻ്റെ മുകളിലേക്ക് വെച്ചു. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ടിഡിയസ് ആയ ഒരു പ്രോസസ്സാണ്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഇത് ജെർമിനേറ്റ് ചെയ്ത് ഇത് പുതിയൊരു പ്ലാന്റിന് തരണം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് നമുക്ക് കിട്ടുന്ന ഈ പ്ലാന്റ്സിൽ കിട്ടുന്ന ഹൈബ്രിഡ്സിൽ ചിലപ്പോൾ 1-2 എണ്ണത്തിന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് ക്രോസ് ഹൈബ്രിഡൈസേഷൻ ചെയ്തു, ഹൈബ്രിഡ്സിന് കിട്ടി, പ്രൊജനീസിന് കിട്ടി. ഇനി നമ്മൾ ആ കിട്ടിയ പ്രോജനീസിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദ സുപ്പീരിയർ റീകോമ്പിനൻസ്. നമ്മൾ ഈ പറഞ്ഞ സുപ്പീരിയർ ആയിട്ടുള്ള റീകോമ്പിനൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മൾ അവരെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി, നമ്മൾ അവരുടെ നമ്പർ കൂട്ടി. ദേ ആർ സെൽഫ് പോളിനേറ്റഡ് ഫോർ സെവറൽ ജനറേഷൻസ്. ഓൾസോ വി ക്യാൻ ഇൻഡ്യൂസ്, അങ്ങനെ ചെയ്താൽ ഹോമോസൈഗോസിറ്റി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ ഓഫ് ദ പ്രോജനി ഓഫ് ദ ഹൈബ്രിഡ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്തു, നമുക്ക് കറക്റ്റ് പ്രോജീനിനെയൊക്കെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷനാണ്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻറ്റയർ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ തന്നെ മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഹൈബ്രിഡ്, ആ സുപ്പീരിയർ റീകോമ്പിനൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ആ സുപ്പീരിയർ റീകോമ്പിനൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് പോളിനേറ്റ് ചെയ്തു, മൾട്ടിപ്പിൾ ജനറേഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇവരെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? റിസർച്ച് ഫീൽഡിലാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിസർച്ച് ഫീൽഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രോപ്പർട്ടീസിന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇവരുടെ എന്തൊക്കെയാണ് ഈൽഡ് എങ്ങനെയാണ്, അല്ലാതെ ബാക്കിയുള്ള ആഗ്രോണോമിക് ട്രേറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡിസീസ് റെസിസ്റ്റൻസിൻ്റെ ആ ഒരു നേച്ചർ എങ്ങനെയാണ്, നമ്മൾ ഇവരെ എല്ലാ കണ്ടീഷൻസിനൂടെ എക്സ്പോസ്ഡ് ആക്കിയിട്ട് ഹൗ ആർ ദേ സർവൈവിങ് ദിസ് എന്നുള്ളത് നമ്മളൊരു റിസർച്ച് ഫീൽഡിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കും. അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഐഡിയൽ ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ, ഇറിഗേഷൻ ആൻഡ് മറ്റ് ക്രോപ്പ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എല്ലാം ചെയ്തുകൊണ്ട് വീൽ സ്ലോലി ടെസ്റ്റ് വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദീസ് പ്ലാന്റ്സ്. സോ ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ, ഈ ഇവാലുവേഷൻ ഇൻ റിസർച്ച് ഫീൽഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ഫാമേഴ്സ് ഫീൽഡിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽസിനെ ഫാമേഴ്സ് ഫീൽഡിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ റിലീസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫാമേഴ്സ് ഫീൽഡിലേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യയിലെ തന്നെ, ഇപ്പോൾ ഇന്ത്യ എടുക്കാം, നമ്മുടെ കൺട്രിയിൽ
കുറച്ച് പല പല ലൊക്കേഷൻസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റിനെ നമ്മൾ വളർത്താൻ നോക്കും. ഈ പറഞ്ഞ പ്ലാന്റിനെ വളർത്താൻ നോക്കുമ്പോൾ അവർ 3 growing seasons, അറ്റ്ലീസ്റ്റ് 3 growing seasons വളർത്തും. ഓക്കെ, സെവറൽ ലൊക്കേഷൻസ് ഫോർ അറ്റ്ലീസ്റ്റ് 3 growing seasons, സോ ദാറ്റ് നമുക്ക് ഈ പ്ലാന്റിനെ എല്ലാ ആഗ്രോ ക്ലൈമറ്റിക് കണ്ടീഷൻസിലും വളർത്തി നോക്കിയിട്ട് അവർ സർവൈവ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇനി ഈ ഓരോ ലോക്കൽ ലൊക്കേഷൻസിലും ഈ ഓരോ സ്ഥലത്തും അതത് സ്ഥലത്ത് ലോക്കൽ ബ്രീഡ് ഉണ്ടാവുമല്ലോ, ഒരു ലോക്കൽ ക്രോപ്പ് ഉണ്ടാവുമല്ലോ, ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ ക്രോപ്പ്. ആ ക്രോപ്പിനെ നമ്മൾ വിളിക്കുന്നത് ചെക്ക് കൾട്ടിവർ അല്ലെങ്കിൽ റെഫറൻസ് കൾട്ടിവർ എന്നാണ്. ഓക്കെ, ചെക്ക് കൾട്ടിവർ അല്ലെങ്കിൽ റെഫറൻസ് കൾട്ടിവർ എന്നാണ് വിളിക്കുക. സോ അത്തരത്തിലുള്ള ഒരു പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യും, അതിനോടൊപ്പം എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കാട്ടും നല്ലതാണോ, അല്ല അത്ര പോലും പെർഫോം ചെയ്യുന്നതിനും കാര്യമില്ലല്ലോ. വി ആർ ഡൂയിങ് ദിസ് ടു എൻഹാൻസ് ദ ബെറ്റർ yielding പ്രോഡക്ട്സിന് ഉണ്ടാക്കാനല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു കൾട്ടിവറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ നല്ലതാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, വി റിലീസ് ഇൻ ടു ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ആസ് എ ന്യൂ പ്രോഡക്റ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ഐ ഹോപ്പ് ദ സ്റ്റെപ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഇസ് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്നുകൂടെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാലോ? ഫസ്റ്റ് എന്താണ്? ടെക്സ്റ്റ് നോക്കുക, എല്ലാവരും ടെക്സ്റ്റ് നോക്കൂ. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, നമ്മൾ കളക്ഷൻ അല്ലേ, ഒരു ജേം പ്ലാസം കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാ ഡിഫറെൻറ്റ് അലീൽസ് ഓഫ് ഓൾ ദ ജീൻസ് ഉള്ള ഒരു കളക്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? നല്ല പാരൻസിനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യും. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ദ പാരൻസ്, ആൻഡ് ആ പാരൻസിൽ ഒരാൾ മെയിൽ പാരൻറ്റും ഒരു ഫീമെയിൽ പാരൻറ്റുമായിട്ട് എടുത്തിട്ട് വി ക്രോസ് ഹൈബ്രിഡൈസ് ദം, പ്രൊഡ്യൂസിങ് ദ hybrids. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദിസ് ഇസ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ പ്ലാന്റ് ബ്രീഡിംഗ്. വി നീഡ് ടു സെലക്ട് ആൻഡ് ടെസ്റ്റ് ദ സുപ്പീരിയർ റീകോമ്പിനൻസ്. അതിനെ എടുത്തു അവരെ സെൽഫ് പോളിനേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? വി ടെസ്റ്റ് ദം, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. റിസർച്ച് ഫീൽഡിലും ഫാമേഴ്സ് ഫീൽഡിലും എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം വി റിലീസ് ദം ആസ് എ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു ഗൈസ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഒരു ഔട്ട് വ്യൂ തന്നില്ലേ. നമ്മുടെ ഏകദേശം ഒരു മിഡ് 1960s അതുവരെ നമ്മളുടെ yield് കുറവായിരുന്നു. പ്രൊഡക്ടിവിറ്റി yield് പെർ യൂണിറ്റ് ഏരിയ കുറവായിരുന്നു. നമുക്ക് ലിമിറ്റഡ് ലാൻഡേ ഉള്ളൂ കൾട്ടിവേഷൻ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ മിഡ് 60s എന്ത് ചെയ്യുന്നത്? ഹൈ yielding വെറൈറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിഡ് 1960s. അതോടുകൂടി എന്തുണ്ടായി? ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായി ഇൻ അവർ കൺട്രി. അതാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഒരു 2 വാല്യൂസ് വരുന്നുണ്ട്. 33% ഓഫ് ഇന്ത്യാസ് GDP എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ദ അഗ്രികൾച്ചർ അക്കൗണ്ട്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 33% of India's GDP and employs nearly 62% of the population. That's a huge part, അല്ലേ? ബാക്കിയുള്ള എല്ലാ പ്രൊഫഷൻസും കൂടിയാലും ദാറ്റ് ഡസ് നോട്ട് മേക്ക് അപ്പ് ടു ദിസ്. സോ 62% മെജോറിറ്റി ആൾക്കാർക്കും എന്ത് ചെയ്യുന്നത്? എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതും ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. സോ ദിസ് ഇസ് 2 sentences that you should remember from this session. ഈ ഒരു സെക്ഷന് ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ പോലെയുള്ള വെറൈറ്റീസിലൊക്കെ വന്ന കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. പ്ലാൻ ബ്രീഡിംഗ് ഇൻ ജനറൽ അതിൻ്റെ ഭാഗമായിട്ട് വന്ന വ്യത്യാസങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വിൽ ടേക്ക് വീറ്റ് ആൻഡ് റൈസ്. ഇനി അങ്ങോട്ടുള്ള സെക്ഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി വെറൈറ്റി ഓഫ് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ പറയും നമ്മൾ. വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ. ഇനി അങ്ങോട്ട് കുറേ ടേബിളും കാര്യങ്ങളുണ്ട്. യു ഷുഡ് ഡു കുറച്ച് പേപ്പേഴ്സ് എടുക്കുക, A4 പേപ്പേഴ്സോ അല്ലെങ്കിൽ ചെറിയ നോട്ട്ബുക്ക് പേജസോ എടുക്കുക. നോട്ട്ബുക്കിലോ നല്ല വൃത്തിയിൽ ഇതിൽ പറയുന്ന ഈ പേരുകൾ, അതിൻ്റെ ഓരോ കാര്യങ്ങൾ മാത്രം, ജസ്റ്റ് ആ കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അത് ഡെയിലി കണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, അങ്ങനെ പഠിക്കാനുള്ള നമ്പേഴ്സാണ് മോസ്റ്റ്ലി അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. സോ ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഐ ഹോപ്പ് യു ഗൈസ് വുഡ് ഡു ദാറ്റ്. ഓക്കെ, സോ നമുക്ക് വീറ്റ് ആൻഡ് റൈസിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ വീറ്റ് ആൻഡ് റൈസ് എടുക്കുകയാണെങ്കിൽ 1960 to 2000 എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 11 million tons നിന്ന് 75 million tons ആയി. അതുപോലെ റൈസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 35 million ton നിന്ന് 89.5 million tonsലേക്കായി. അതായത് ഭയങ്കരമായിട്ട് ആ പ്രൊഡക്ഷൻ അങ്ങോട്ട് കൂടി 1960s ശേഷം. അപ്പം മനസ്സിലാക്കണം ഏത് നടന്ന സമയമാണ്? ഗ്രീൻ റെവല്യൂഷൻ നടന്ന സമയമാണ്. അവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? there was development of semi-dwarf variety of wheat and rice.
സെമി ഡ്വാർഫ് ഹൈ yielding വെറൈറ്റിയാണ് ആക്ച്വലി. ഹൈ yielding ആയിട്ടുള്ള വെറൈറ്റീസ് വീറ്റ് ആൻഡ് റൈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആയി. ഓക്കെ, സോ ഈ പറഞ്ഞ വീറ്റ് ആൻഡ് റൈസിൻ്റെ കാര്യം പറയാം. നമുക്ക് ഫസ്റ്റ് ഇത് പറയാം. നോബൽ ലോറേറ്റ് ആയ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നോർമൻ ഇ ബോർലോഗ്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന എവിടെയായിരുന്നു? ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റ്. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെക്സിക്കോയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? ദേ ഡെവലപ്ഡ് സെമി ഡ്വാർഫ് വീറ്റ് വെറൈറ്റീസ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 1963 ഒക്കെ ആയപ്പോൾ നമുക്ക് അതുപോലെ ഒരു സിമിലർ ആയിട്ടുള്ള സൊണാലിക്ക, കല്യാൺ സോണ എന്ന് പറയുന്ന 2 ബ്രീഡുകൾ വീറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ദേ വെർ ഹൈ yielding ആൻഡ് ഡിസീസ് റെസിസ്റ്റൻറ്റ്. സൊണാലിക്ക ആൻഡ് കല്യാൺ സോണ ഈ പറഞ്ഞ ഹൈ yielding ആൻഡ് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസിനെ നമ്മുടെ വീറ്റ് ഗ്രോയിങ് ബെൽറ്റ് ഓഫ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടുകൂടിയാണ് ഈ വീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ഈ പറഞ്ഞ 11 മില്യൺ എന്നൊക്കെ 75 മില്യണിലോട്ട് ആ ഒരു ജമ്പ് ഉണ്ടായത്. അതുപോലെ അപ്പം സെമി ഡ്വാർഫ് വെറൈറ്റീസ് മെക്സിക്കൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവരാൻ നോർമൻ ഇ ബോർലോഗാണ്. ഓക്കെ, ഇനി റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സെമി ഡ്വാർഫ് റൈസ് വെറൈറ്റീസ് ലൈക്ക് IR8. നിങ്ങൾ IR8 എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കടയിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും IR8 അരി എന്ന് പറയുന്നത്. സോ IR8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ് ഈസ് ഇൻ ഫിലിപ്പീൻസ്. അവിടെ ഡെവലപ്പ് ചെയ്ത ഒരു സെമി ഡ്വാർഫ് റൈസ് വെറൈറ്റിയാണ് IR8 എന്ന് പറയുന്നത്. IR8. സോ അതും അതുപോലെ തന്നെ തായ്ചുങ് നേറ്റീവ് 1, ഇറ്റ്സ് ഓൾസോ എ വെറൈറ്റി ദാറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ തായ്വാൻ. ഓക്കെ, ഈ 2 വെറൈറ്റീസും എന്താണ് ഇതുപോലെ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂട്ടിയിരുന്നു. ഓക്കെ, ആൻഡ് ഇന്ത്യയിൽ ആൻഡ് ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ദീസ് ഡെറിവേറ്റീവ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1966. ആൻഡ് ലേറ്റർ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ബെറ്റർ yielding ആയിട്ടുള്ള വെറൈറ്റീസാണ് ആര്? ജയ ആൻഡ് രത്ന എന്ന് പറയുന്നത്. ജയ ആൻഡ് രത്ന. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെയാണ്? നോർമൻ ഇ ബോർലോഗ്, ഇന്റർനാഷണൽ എവിടെ? ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെക്സിക്കോ. അവിടെ സെമി ഡ്വാർഫ് വീറ്റിനെ ഡെവലപ്പ് ചെയ്തു. 1963 ഏത് വെറൈറ്റീസ് 2 ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അങ്ങനെ ചിന്തിക്കുക, ചോദ്യം ചോദിക്കുക. ഏതൊക്കെ 2 വെറൈറ്റീസാണ് ഉണ്ടായിട്ടുള്ളത്? സൊണാലിക്ക ആൻഡ് കല്യാൺ സോണ എന്നുള്ള രീതിയിലുള്ള ഹൈ yielding ആൻഡ് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഹൈ yielding ഡിസീസ് റെസിസ്റ്റൻറ്റ് സൊണാലിക്ക, കല്യാൺ സോണ. അതുപോലെ തന്നെ അത്രയും പറയുമ്പോൾ നമ്മൾ ഏത് കഴിഞ്ഞു? വീറ്റിൻ്റെ വെറൈറ്റീസ് ഈ ഭാഗത്തുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ ഉള്ളത്? റൈസിൻ്റെ വെറൈറ്റീസാണ്. അതിലേതൊക്കെയാണ്? IR8 ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഫിലിപ്പൈൻസ് ഡെവലപ്പ് ചെയ്താണ് IR8 എന്ന് പറയുന്നത്. അതുപോലെ തായ്ചുങ് നേറ്റീവ് 1, ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ തായ്വാൻ. ഇത് 2. അത് കൂടാണ്ട് അത് എപ്പോഴായിരുന്നു? 1966. ലേറ്റർ വന്ന 2 റൈസ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? ജയ ആൻഡ് രത്ന. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഡേറ്റ വരുന്നുണ്ട്, ആ ഒരു 11 മില്യൺ, 75 മില്യൺ, 35 മില്യൺ, 89.5 മില്യൺ എന്നുള്ളത്. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക ഡ്യൂറിങ് ദ ക്ലാസ് ഓർ ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് ഷുഗർ കെയിൻ്റെ കാര്യമാണ്. ഓക്കെ, ഷുഗർ കെയിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഷുഗർ കെയിൻ വെറൈറ്റിയാണ് ഏത്? സക്കാരം ബാർബേറി എന്ന് പറയുന്നത്. സക്കാരം ബാർബേറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ വളരും, പക്ഷേ എന്താണ് അവർക്ക് ഷുഗർ കണ്ടൻറ്റ് ഭയങ്കര ലോ ആണ്. ദേ ഹാവ് പുവർ ഷുഗർ കണ്ടൻറ്റ്. പക്ഷേ ഈൽഡ് എന്താണ്? ഈൽഡും കുറവാണ്. ഓക്കെ, അല്ല ഈൽഡ് ഉണ്ട്. ഓക്കെ, സോ സക്കാരം ബാർബേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ വളരുന്നതാണ്. അതിന് പുവർ ഷുഗർ കണ്ടൻറ്റും ആണ്, ഈൽഡും കുറവാണ്. പക്ഷേ ഏതാണ് ഈ സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ലൈക്ക് ഏതാണ്? സക്കാരം ഒഫിസിനാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിക്കർ സ്റ്റെമ്മാണ്, ഹയർ ഷുഗർ കണ്ടൻറ്റുമാണ്. ഓക്കെ, തിക്കർ സ്റ്റെമ്മാണ്, ഹയർ ഷുഗർ കണ്ടൻറ്റുമാണ്. സോ ഈ 2 വെറൈറ്റി സക്കാരം ഒഫിസിനാരം which is seen in the North India, and then we have Saccharum officinarum which is seen in the South India, that has thicker stem and high sugar content, and it was crossed with the Saccharum barberry of the North Indian variety sugarcane. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ഹൈ yielding, ഹൈ ഷുഗർ കണ്ടൻറ്റ്, തിക്ക് സ്റ്റെം ഉള്ള നോർത്ത് ഇന്ത്യൻ സോയിൽ വളരുന്ന ടൈപ്പ് ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ ദിസ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് ബ്രീഡിങ്. ഓക്കെ, ഏത് ക്രോസ് എവിടെ കണ്ടു? സക്കാരം ബാർബേറി നോർത്ത് ഇന്ത്യയിൽ, അതുപോലെ സക്കാരം ഒഫിസിനാരം സൗത്ത് ഇന്ത്യയിൽ. ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഇസ് ദാറ്റ് ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ പിന്നെ മില്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാസസ് എന്നാണ് അവർ ജനറലി മില്ലറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത്. അതിൽ പെടുന്നതാണ് ഈ ജോവർ, മെയ്സ്, ബാജ്ര, ഓൾ ദിസ്. അതിലും നമ്മൾ കുറേ ഹൈബ്രിഡ് വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് കിട്ടേണ്ട കുറച്ച് നെയിംസാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്ത് വെക്കണം.
വീറ്റും റൈസും ഷുഗർ കെയിനും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലാന്റ് ബ്രീഡിങ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഈ പ്ലാന്റ്സിനൊക്കെ നിങ്ങൾ എഗെയിൻ ഞാൻ ഒരു മൂവി റെഫറൻസ് പറയാം. ഇൻറ്റർസ്റ്റെല്ലാർ മൂവി കണ്ടിട്ടുണ്ടോ? ഇൻറ്റർസ്റ്റെല്ലാർ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, നമ്മുടെ ഏർത്തിലെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ബാഡായി, എന്നിട്ട് ഇവിടെ ഒരു പ്ലാന്റ്സും വളർത്താൻ പറ്റുന്നില്ല അല്ലേ. ലാസ്റ്റ് അവർ വളർത്തിയിരുന്നത് ഓക്ര എന്ന് പറയുന്നത്, അതായത് മറ്റേ ഏതായിരുന്നു, വെണ്ടയ്ക്കായിരുന്നു. സോ അതെന്ത് ചെയ്ത് അത് കുറേ ഇൻഫെക്ഷൻ വന്ന് നശിച്ചു പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടായുള്ളൂ, കോൺ മാത്രമേ ഉണ്ടായുള്ളൂ, കോൺ ഫീൽഡുകൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. സോ സി, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് എന്ത്, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പ്ലാന്റ്സിന് നമുക്ക് കിട്ടേണ്ട പ്രൊഡക്ടിവിറ്റി കിട്ടില്ല. ചിലപ്പോൾ എന്തുണ്ടാവും, കുറച്ച് ലോസേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എന്തുണ്ടാവും, മൊത്തം ആ ഒരു എൻറ്റയർ കൃഷി തന്നെ നശിച്ചു പോകും, കംപ്ലീറ്റ് ലോസ് വരെ ഉണ്ടാവാം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ പ്ലാന്റ്സ് should be protected from these diseases, or we need a disease resistant variety. So നല്ലത് എന്താണ്, നമുക്ക് പ്ലാന്റ് ബ്രീഡിംഗ് വഴി ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. സോ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്താലുള്ള ഗുണം എന്താണ്, നമുക്ക് അധികമായിട്ട് ഈ പറഞ്ഞ ഫംജിസൈഡ്സോ ബാക്ടീരിയോസൈഡ്സ് ഇവരെ കൊല്ലുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഒന്നും ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യേണ്ടി വരില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ അതങ്ങനെ ഒരു സീൻ ഉണ്ടടാ. സോ എന്താണ്, അല്ലാണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. സോ നമ്മൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം പ്ലാന്റ് ബ്രീഡിങ്ങിൽ? 2 രീതിയിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 2 രീതികൾ? ഒന്ന്, കൺവെൻഷണൽ ബ്രീഡിങ്. നമ്മുടെ നോർമലി ഇപ്പം നമ്മൾ പഠിച്ച കൺവെൻഷണൽ ബ്രീഡിങ്, സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാന്റ് ബ്രീഡിങ്, അതിലെന്ത് ചെയ്യും, നമ്മൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നേച്ചറുള്ള ആ ഒരു ഗ്രൂപ്പ്, ആ ജേം പ്ലാസത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്ലാന്റിനെയും നമുക്ക് വേണ്ട പ്ലാന്റ് വിച്ച് ഇസ് ഗോട്ട് ദിസ് ഇൻഫെക്ഷൻ അത് തമ്മിൽ ക്രോസ് ചെയ്താൽ വി ഗെറ്റ് എ ഹൈബ്രിഡ് ദറ്റ് ഹാസ് ഡിസീസ് റെസിസ്റ്റൻസ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ദ ചാൻസസ് ഓഫ് പ്ലാന്റ്സ് പൊസസിങ് ഡിസീസ് റെസിസ്റ്റൻസ് ഇസ് വെരി ലോ. നമുക്ക് എല്ലാ പ്ലാന്റ്സിനും എന്തില്ല, ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി അവരധികം പൊസസ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രിഫർ ചെയ്യേണ്ട മറ്റൊരു ബ്രീഡിംഗ് ടെക്നിക്കാണ് എന്ത്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇതുവരെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഇൻഡ്യൂസ് എ മ്യൂട്ടേഷൻ. നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റിലോട്ട് ഒരു മ്യൂട്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻറ്റ്സ്? കെമിക്കൽസ് ആൻഡ് റേഡിയേഷൻസ് ലൈക്ക് എന്ത് റേഡിയേഷൻസ്? ഗാമ റേഡിയേഷൻസ് പോലുള്ള റേഡിയേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മ്യൂട്ടേഷൻസ് ഉണ്ടാവും. ഈ മ്യൂട്ടേഷൻസ് വന്ന പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇൻഫെക്ഷൻസിനൂടെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ചില മ്യൂട്ടേഷൻസ് എന്ത് ചെയ്യും, അവർക്ക് ഒരു ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായ പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സെൽഫ് പോളിനേഷൻ പോലെ ചെയ്താലും മതി. അല്ലെങ്കിൽ ആ പറഞ്ഞ പ്ലാന്റിനെ നമുക്ക് പുതിയ ഹൈബ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാം. സോ ഇസ് ദാറ്റ് ക്ലിയർ? ദീസ് ആർ ദ 2 ടെക്നിക്സ് ദാറ്റ് വി യൂസ്. ആൻഡ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ എന്ത് പറയുന്നുണ്ട്, നമ്മുടെ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, മങ് ബീൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മങ് ബീൻ അത് ഏതിനോടാണ്, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. മങ് ബീൻ എന്ന് എഴുതുക, അതിന് നേരെ എഴുതുക ഏത് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ടു യെല്ലോ മൊസൈക്ക് വൈറസ് ആൻഡ് പൗഡറി മിൽഡ്യൂ. ഓക്കെ, യെല്ലോ മൊസൈക്ക് വൈറസ് ആൻഡ് പൗഡറി മിൽഡ്യൂ അത് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മ്യൂട്ടേഷൻ ബ്രീഡിങ്. ഇനി അത് കൂടാണ്ട് വേറെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കൺവെൻഷണൽ ബ്രീഡിങ്ങിൽ പറഞ്ഞു അല്ലേ, ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തമ്മിൽ ക്രോസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ചില വൈൽഡ് വെറൈറ്റീസിന് എന്തുണ്ട്, ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും ചില വൈൽഡ് വെറൈറ്റീസിന്. പക്ഷെ അവർക്ക് എന്താണ്, ഈൽഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിന് എന്തുണ്ടാവും, ഈൽഡ് ഉണ്ടാവും, ബട്ട് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസിന് കിട്ടും. അത്തരത്തിൽ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഡിസീസ് റെസിസ്റ്റൻ്റ് ആയ ഒരു വെറൈറ്റീനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് ബിൻഡി അഥവാ ഏബൽ മോസ്കസ് എസ്കുലൻറ്റസ്. ഓക്കെ, ദിസ് ഈസ് അഗെയിൻ വെണ്ടയ്ക്ക.
സോ ഏബൽ മോസ്കസ് എസ്കുലെൻറ്റസ് എന്ന് പറയുന്ന ബിൻഡിയിൽ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? യെല്ലോ മൊസൈക്ക് വൈറസിന് എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതാണ് എഴുതുക. നിങ്ങളൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ബിൻഡി, അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഏബൽ മോസ്കസ് എസ്കുലെൻറ്റസ്. ആൻഡ് വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ദാറ്റ് ഇറ്റ് ഒബ്റ്റെയിൻഡ്? റെസിസ്റ്റൻസ് ടു യെല്ലോ മൊസൈക്ക് വൈറസ്. ആൻഡ് ആ ഒരു ആ പുതിയതായിട്ട് വന്ന ആ ഒരു പ്ലാന്റിനെ ബ്രീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർബനി ക്രാന്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാർബനി ക്രാന്തി എന്ന് വിളിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ 2 പ്ലാന്റ്സിൻ്റെ പേര് കിട്ടിയല്ലോ. അത് എന്തിനോടാണ് റെസിസ്റ്റൻ്റ് എന്നും കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേറെ വെറൈറ്റി ഓഫ് ക്രോപ്സ് ആൻഡ് അവരുടെ റെസിസ്റ്റൻസ് ടു ഡിസീസസും പറയുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് മുകളിലായിട്ട് ആദ്യം കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ്, കുറച്ച് വൈറൽ ഇൻഫെക്ഷൻസ്, അങ്ങനെ കുറച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പാരഗ്രാഫ് കൂടെ നമുക്ക് പറയാം. ഫംഗസ് എന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത്? റസ്റ്റുകൾ ഉണ്ടാക്കും അല്ലേ? അങ്ങനെ ഉണ്ടാക്കുന്ന റസ്റ്റിൻ്റെ എക്സാമ്പിളാണ് ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, ആൻഡ് ദെൻ വി ഹാവ് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. ഈ 3 ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ എക്സാമ്പിളാണ്. ദേ മൈറ്റ് ആസ്ക് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ഫംഗൽ ഇൻഫെക്ഷൻ. സോ യു നീഡ് ടു നോ. നമ്മുടെ ഈ ടേബിളിൽ അത് ഇല്ലാത്ത ചില അസുഖങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. സോ ദർ ഇസ് അങ്ങനെ നോട്ട് ചെയ്യുക. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഫംഗസ് എന്ത് കോസ് ചെയ്യും? ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ് an എക്സാമ്പിൾ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ an എക്സാമ്പിൾ, ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ വേറൊരു എക്സാമ്പിൾ. ഇനി ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണ് എന്ത്? ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിവേഴ്സ്. ആൻഡ് വൈറസ് കോസ് ചെയ്യുന്ന എന്താണ്? കൂടുതൽ മൊസൈക്ക് എന്നുള്ളത് ഒരു ടേം ആഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇറ്റ്സ് വൈറൽ ഇൻ ആർ NCERT ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കേട്ടോ, പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞാണ്. ടൊബാക്കോ മൊസൈക്ക് ആൻഡ് ടേണിപ്പ് മൊസൈക്ക്, ഓൾ ദീസ് ആർ വൈറൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു നീഡ് ടു നോട്ടീസ്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ പഠിക്കണം. സോ അതുകൊണ്ടാണ് പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് ഒട്ടിച്ച് വെച്ച് ഡെയിലി കണ്ട് പഠിക്കാൻ. ഓക്കെ, സോ ഇനി ഇതിൽ എന്താണ് ഈ ടേബിൾ നോക്കാം. ടേബിളിൽ നമുക്ക് പഠിക്കാനുണ്ട് ഡിസീസ്, ഓരോ ക്രോപ്പ്, അതിൻ്റെ വെറൈറ്റി, അത് എന്തിനോടാണ് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതെന്ന്. സോ ഇത് പഠിക്കാൻ കുറച്ച് പണിയാണ്. സോ വീറ്റ്, ബ്രാസിക്ക, കോളിഫ്ലവർ, കൗപ്പി, ചില്ലി. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ എഴുതാം. വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ WBC വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ വീണ്ടും 2 C. കഴിഞ്ഞ നമ്മുടെ എവല്യൂഷനിൽ ഒരു FCC പറഞ്ഞില്ലേ, അതുപോലെ. ഓക്കെ, സോ WBC CC അങ്ങനെ ഇതിങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ നേരെ വീറ്റ്, ബ്രാസിക്ക, കോളിഫ്ലവർ, കൗപ്പി, ചില്ലി എന്ന് എഴുതണം. ഓക്കെ, വീറ്റ്, ബ്രാസിക്ക, കോളിഫ്ലവർ, കൗപ്പി ആൻഡ് ചില്ലി. അതായത് കോ വരുന്നത് നടുവിൽ, കോളിഫ്ലവർ ആൻഡ് ദെൻ കംസ് കൗപ്പി. ഓക്കെ, CA ആൻഡ് CO ആൻഡ് ദെൻ കംസ് ചില്ലി. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ക്രോപ്സിൻ്റെ പേര് എഴുതുന്നത്. ഇനി അതിൽ വീറ്റ് എന്നുള്ളതിൻ്റെ വെറൈറ്റി വെച്ച് ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? കൂടെ ഒരു പുസ ഉണ്ട്. ഓക്കെ, ഒരു പുസ ഉണ്ട്. സോ വീറ്റിന് എന്തില്ല? പുസയില്ല. ഏതാണ് അതിൻ്റെ കൂടെ? അതിൻ്റെ വെറൈറ്റി ഏതാണ്? ഹിംഗിരി എന്ന വെറൈറ്റിയാണ് നമ്മൾ വീറ്റിന് പറയുന്നത്. അത് ഏതൊക്കെ ഡിസീസസിനോടാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ആൻഡ് ഹിൽ ബണ്ട്. ഓക്കെ, ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ആൻഡ് ഹിൽ ബണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസിനോടാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, വീറ്റ്, ഹിംഗിരി, ഏത് ഡിസീസാണ് റെസിസ്റ്റൻസ് ഉള്ളത്? ഓക്കെ, ഇനി നമ്മുടെ ബ്രാസിക്ക എടുക്കുകയാണെങ്കിൽ അത് പൂസ സ്വർണ്യം എന്നാണ് വിളിക്കുക. സ്വർണ്ണം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്കൂ. കൂടുതൽ ഷോർട്ട് ഫോംസ് കൊണ്ടുവന്നാൽ നിങ്ങൾ കുറേ ഷോർട്ട് ഫോംസ് പഠിച്ചാൽ അത് ഓരോന്ന് എവിടെയാണ് പഠിച്ചതെന്നുള്ളത് മറന്നു പോകും. സോ ബ്രാസിക്ക എന്താണ്? പൂസ സ്വർണ്യം. അത് എന്താണ് കോസ് ചെയ്യുന്നത്? വൈറ്റ് റസ്റ്റ് ആണ് കോസ് ചെയ്യുന്നത്. സോ മുകളിലുള്ളത് ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ആണ് കോസ് ചെയ്യുന്നത്. കൂടെ ഹിൽ ബണ്ട് കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് റെസിസ്റ്റൻസ് ടു ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ബ്രാസിക്കയുടെ കേസിൽ വൈറ്റ് റസ്റ്റ് ആണ്. ഓക്കെ, റസ്റ്റ് തന്നെയാണ് ബട്ട് മാറി. ഓക്കെ, അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കുക. ഇനി കോളിഫ്ലവറിൻ്റെ കേസിൽ എന്താണ്? 2 വെറൈറ്റിയാണുള്ളത്. പൂസ ശുഭ്ര ഉണ്ട്, പൂസ സ്നോബോൾ K1 ഉണ്ട്. ഇതിൽ ഈ പൂസ ശുഭ്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ് ലൈക്ക് ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ. ഓക്കെ, ആൻഡ് പൂസ സ്നോബോൾ K1 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റോട്ട്. ഓക്കെ, ഇതിനോടാണ് എന്തുള്ളത്? റെസിസ്റ്റൻസ് ഉള്ളത്. പൂസ സ്നോബോൾ K1 എന്ന് പറയുന്നത്. ഇനി കൗപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെച്ചോളൂ. പൂസ കോമൾ, കൗപ്പി പൂസ കോമൾ, അത് ബാക്ടീരിയൽ ബ്ലൈറ്റിനോടാണ് റെസിസ്റ്റൻസ് ഉള്ളത്. പിന്നെ ചില്ലി എന്ന് പറഞ്ഞാൽ പൂസ സദാബഹാർ, അത് വൈറസസ് ആണ്. ചില്ലി മൊസൈക്ക് വൈറസ്, ടുബാക്കോ മൊസൈക്ക് വൈറസ് ആൻഡ് ലീഫ് കേൾ, ഈ പറഞ്ഞ സംഭവങ്ങളോടാണ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. WBC CC എന്ന് എഴുതിയിട്ട് റിമെമ്പർ ചെയ്യാൻ നോക്കൂ. വീറ്റ്, ബ്രാസിക്ക, പിന്നെ കോളിഫ്ലവർ ഫസ്റ്റ്, പിന്നെ ഏത് വരും? കൗപ്പിനി പിന്നെ വരും. പിന്നെ ഏതാ വരുന്നത്? ചില്ലിയാണ് വരുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് വീറ്റ് എടുക്കുകയാണെങ്കിൽ ഹിമഗിരിയാണ് അതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ് ലൈക്ക് ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ആൻഡ് ഹിൽ ബണ്ട്. നമ്മുടെ ചില്ലി എടുക്കുകയാണെങ്കിൽ
Pusa Sadabahar ആണ്, and it is resistant to viral diseases like chili mosaic virus, tobacco mosaic virus, and leaf curl. And pinna cowpea Pusa komal, like remember like cow something like that. And then resistant to disease like bacterial blight. Pinna ulla രണ്ടെണ്ണം, put some effort and learn. So Brassica Pusa Swarnam, white rust ആണ് resistant disease എന്ന് പറയുന്നത്. പിന്നെ cauliflower we have Pusa shubra which is resistant to black rot and curl, and snowball K1 Pusa snowball K1 എന്ന് പറയുമ്പോൾ black blight, black rot. Okay, ഇത്രയും ഡിസീസിനോടാണ് റെസിസ്റ്റൻ്റ് ആയത്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത്. ഓക്കെ, ഫാത്തിമ ഹെന്ന കോളിഫ്ലവർ ലൈക്ക് എ സ്നോബോൾ. ഓ, ദാറ്റ്സ് എ ഗുഡ് കമ്പാരിസൺ. ശരിയാണ്, പൂസ സ്നോബോളിനെ ആലോചിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നോ പോലെയാണല്ലോ കോളിഫ്ലവർ എന്നുള്ളത് ആലോചിച്ചോളൂ കേട്ടോ. സോ ഐ ഹോപ്പ് ദ ഐഡിയ ഓഫ് പ്ലാന്റ് ബ്രീഡിങ്, ആ ഒരു ഡിസീസ് റെസിസ്റ്റൻസിൻ്റെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് കുറച്ച് ഇൻഫെക്ഷൻസ് അവിടെ പറയുന്നുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ എക്സാമ്പിൾ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ എക്സാമ്പിൾ, ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് 2 മെത്തേഡ്സ് പറയുന്നുണ്ട്. കൺവെൻഷണൽ ബ്രീഡിംഗ് ടെക്നിക്കും ഉണ്ട്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ടെക്നിക്കും ഉണ്ട്. അത് നമ്മൾ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് മങ് ബീൻ വിച്ച് ഇസ് റെസിസ്റ്റൻറ്റ് ടു യെല്ലോ മൊസൈക്ക് വൈറസ് ആൻഡ് പൗഡറി മിൽഡ്യൂ പറയുന്നുണ്ട്. കൺവെൻഷണൽ ടെക്നിക്ക് തന്നെയാണ്, പക്ഷേ നമ്മൾ ആ ഒരു വൈൽഡ് വെറൈറ്റിയിൽ നമ്മൾ പറയുന്ന ഏതാണ്, പാർവനി ക്രാന്തി. അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഈ ടേബിളിലോട്ട് ആഡ് ചെയ്താലും മതി കേട്ടോ. ഏതാണ്, ബിൻഡി അല്ലെങ്കിൽ ഏബിൾ മോസ്കസ് എസ്കുലൻറ്റസ്, അതിൻ്റെ ഒരു വെറൈറ്റി ലൈക്ക് പാർബനി ക്രാന്തി ഇസ് റെസിസ്റ്റൻറ്റ് ടു യെല്ലോ മൊസൈക്ക് വൈറസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഏതിലേക്ക് വരാം, പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ഡിസീസുകൾ വരുന്നത് പോലെ തന്നെയാണ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി പ്രാണികളെല്ലാം വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ ക്രോപ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. സോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാന്റ് ബ്രീഡിംഗ് വഴി റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് ഇത്തരത്തിൽ നമ്മൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആക്കുന്നത്. എന്തായാലും ഡിസീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ജനറ്റിക്കൽ കോമ്പണൻറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ജനറ്റിക്കൽ കോമ്പണൻറ്റ് വന്നിട്ട് അത് പുറത്ത് എക്സ്റ്റേണലി എങ്ങനെയാണ് എക്സ്പ്രസ്ഡ് ആവുന്നത്, ദർ വിൽ ബി സം മോർഫോളജിക്കൽ, ഐ വിൽ സൂം ദാറ്റ്, സോറി, there will be some morphological, biochemical or physiological characteristics that give them this, that makes them possess this ability അല്ലേ, ഒരു റെസിസ്റ്റൻസ് ടു ഇൻസെക്റ്റ് ഓഫ് പെസ്റ്റ്. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് അവർ പറയുന്നത്. ദാ ഹെയറി ലീവ്സ്, ചില പ്ലാന്റ്സിൽ എന്തുണ്ട്, ഭയങ്കര ടൈനി ഹെയർസ് ഉള്ള ലീവ്സ് ഉണ്ട്. അതെന്ത് ചെയ്യും, ദാറ്റ് പ്രൊവൈഡ്സ് റെസിസ്റ്റൻസ് ടു സർട്ടൻ പെസ്റ്റ്. എക്സാമ്പിൾ, റെസിസ്റ്റൻസ് ടു ജാസിഡ്സ് ഇൻ കോട്ടൺസ് ആൻഡ് സീരിയൽ ലീഫ് ബീറ്റിൽ ഇൻ വീറ്റ്. പേപ്പർ എടുക്കുക, കണ്ടിന്യൂ നോട്ടിങ്, ഇങ്ങനെ എഴുതുക. ഹെയറി ലീഫ്, ആ ഒരു പ്രോപ്പർട്ടി ഉള്ളവർ, അവർക്ക് അതിലാരാണുള്ളത്, കോട്ടണിൽ എന്തിനോടാണ് റെസിസ്റ്റൻസ് ഉള്ളത്, ജാസിഡ്സ്. അതുപോലെ തന്നെ വീറ്റിൽ എന്തിനോടാണ് റെസിസ്റ്റൻസ് ഉള്ളത്, സീരിയൽ ലീഫ് ബീറ്റിൽ. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി. ഇനി ഇതേ വീറ്റിൽ തന്നെ ചില പ്ലാന്റ് ബ്രീഡിംഗ് വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില വെറൈറ്റിയിൽ സോളിഡ് സ്റ്റെം ആണുള്ളത്. അങ്ങനെ സോളിഡ് സ്റ്റെം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റെം സോഫ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്നായിട്ടുള്ള ഇതാണെങ്കിൽ അതിങ്ങനെ മുറിച്ച് അതങ്ങനെയാണ് അതിന് തിന്നുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര സോളിഡ് സ്റ്റെം ആകുമ്പോൾ എന്താണ്, അവർക്ക് തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ നോൺ പ്രിഫറൻസ് ബൈ സ്റ്റെം സോഫ്റ്റ് ലൈൻ. വീറ്റ് സോളിഡ് സ്റ്റെം പ്രോപ്പർട്ടി ഉള്ളതിന് നമുക്ക് എന്താണ്, റെസിസ്റ്റൻസ് ടു സ്റ്റെം സോഫ്റ്റ് ലൈൻ. അതുപോലെ സ്മൂത്ത് ലീവ്സ് ഉണ്ടെങ്കിലും നെക്ടർലെസ് കോട്ടൺ, സ്മൂത്ത് ലീവ്സ് ആൻഡ് നെക്ടർലെസ് കോട്ടൺ വെറൈറ്റീസ് ഡു നോട്ട് അട്രാക്ട് ബോൾവേംസിനെ അട്രാക്ട് ചെയ്യില്ല. അത് അടുത്തത് പറയാം. ഓക്കെ, സോ എന്താണ് പറയേണ്ടത്, സ്മൂത്ത് ലീവ്സ് ആൻഡ് നെക്ടർലെസ് കോട്ടൺ വെറൈറ്റീസ്, അത് എന്തിനോടാണ് റെസിസ്റ്റൻസ് ഉള്ളത്, ബോൾവേംസ്. ഓക്കെ, ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ അസ്പാർട്ടിക് ആസിഡ്, ലോ നൈട്രജൻ ആൻഡ് ഷുഗർ കണ്ടൻറ്റ്. ഇത് ഏതിലാണ്, മെയ്സ്, ചോളത്തിലുണ്ടെങ്കിൽ ഇറ്റ് ഗിവ്സ് റെസിസ്റ്റൻസ് ടു വാട്ട്, മെയ്സ് സ്റ്റെം ബോറസ്. ഇറ്റ് ഗിവ്സ് റെസിസ്റ്റൻസ് ടു മെയ്സ് സ്റ്റെം ബോറസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഇതാണ് ഓരോ പ്രോപ്പർട്ടി, ഓരോ പ്ലാന്റും പോസസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. അവർ ഏത് ഇൻസെക്റ്റിന് എഗെയിൻസ്റ്റ് ആണ് ആ ഓരോ പർട്ടിക്കുലർ പ്ലാന്റിലും റെസിസ്റ്റൻസ് കിട്ടുന്നത്, അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫിസിക്കൽ മോർഫോളജിക്കൽ പ്രോപ്പർട്ടി ഉള്ള നമ്മുടെ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ വെറൈറ്റി, ആ ഒരു ക്രോപ്പിൻ്റെ വെറൈറ്റിയെ നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നമുള്ള ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് ക്രോസ് ചെയ്തിട്ട്
ആ പ്രോപ്പർട്ടി പോസസ് ചെയ്യുന്ന ഹൈ yielding വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ എന്തായി റെസിസ്റ്റൻസ് കിട്ടി, അങ്ങനെയുള്ള പ്ലാന്റുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? വീണ്ടും നമുക്ക് വണ്ടർഫുൾ ആയിട്ടൊരു ടേബിൾ വന്നിട്ടുണ്ട്. ഈ ടേബിൾ പിന്നെ എളുപ്പമാണ് ഓർത്ത് വെക്കാൻ. ഓക്കെ, ആലോചിക്കാം. 3ഉം ബി ആണ്, 3നും ബി ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ബ്രാസിക്ക, അടുത്തത് ബീനാണ്, ഫ്ലാറ്റ് ബീൻ എന്നാണ് ആലോചിക്കുക. സ്റ്റിൽ ഇറ്റ് ഹാസ് എ ബി ഇൻ ഇറ്റ്, ആൻഡ് ദെൻ ദർ ഇസ് ബിൻഡി ഓർ ഓക്ര. ഓക്കെ, സോ ബ്രാസിക്ക, then there is bean, flat bean, then there is bindi or okra. And ബ്രാസിക്കയുടെ വേറൊരു പേരെന്താണ്? റേപ്പ് സീഡ് മസ്റ്റർഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആവും നമുക്ക്. എന്താ പറയുക, റേപ്പ് സീഡ് മസ്റ്റർഡ് എന്ന് പറയുന്ന ക്രോപ്പ് എന്ത് ഇൻസെക്റ്റിനോടാണ് റെസിസ്റ്റൻ്റ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ യു നീഡ് ടു നോ വാട്ട് റേപ്പ് സീഡ് മസ്റ്റർഡ് ഇസ്, റൈറ്റ്? സോ ബ്രാസിക്ക ഓർ റേപ്പ് സീഡ് മസ്റ്റർഡ്. സോ ഇത്രയാണ് 3 ക്രോപ്സ് ഉള്ളത്. ബി ബ്രാസിക്ക, റേപ്പ് സീഡ് മസ്റ്റർഡ്, then there is bean, that is flat bean, and then there is okra or bindi. Okay, ഇനി ഇവരുടെ വെറൈറ്റീസ് പറയുകയാണെങ്കിൽ ടേബിൾ വീണ്ടും എന്താണ്, ഒരുവിധം എല്ലാം പൂസയാണ്. ഓക്കെ, എവറിത്തിങ് ഇസ് പൂസ. അതിൽ ഫസ്റ്റ് വൺ നിങ്ങളൊന്ന് പഠിക്കുക, പൂസ ഗൗരവ്. ഒരാളുടെ പേരാണെന്നൊക്കെ ആലോചിച്ചാൽ മതി. പൂസ ഗൗരവ്, ആൻഡ് ഇറ്റ് ഇസ് റെസിസ്റ്റൻറ്റ് ടു എഫിഡ്സ്. ഓക്കെ, ഇറ്റ്സ് റെസിസ്റ്റൻറ്റ് ടു എഫിഡ്സ്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ പെട്ടിയിലേക്ക് വരുമ്പോൾ പൂസ സെം, അതിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. അപ്പം അത് 2ഉം 3ഉം, കാരണം ഫസ്റ്റ് വെറൈറ്റി ഗൗരവാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും അങ്ങനെ ആലോചിക്കുക. അപ്പോൾ പൂസ സെം 2ഉം പൂസ സെം 3ഉം ആണ് നമുക്ക് ഫ്ലാറ്റ് ബീൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? അവരെന്തിനോടാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ഏത് പെസ്റ്റിനോടാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? അവർ എഫിഡ്സിനോട് റെസിസ്റ്റൻ്റ് ആണ്. അതുകൂടാണ്ട് ആരോടും റെസിസ്റ്റൻ്റ് ആണ്? ജെസിഡ്സിനോട് റെസിസ്റ്റൻ്റ് ആണ്. ആൻഡ് ഫ്രൂട്ട് ബോറേഴ്സിനോടും റെസിസ്റ്റൻ്റ് ആണ്. എഫിഡ്സിനോട് റെസിസ്റ്റൻ്റ് ആണ്, ജെസിഡ്സിനോട് റെസിസ്റ്റൻ്റ് ആണ്, ആൻഡ് ഫ്രൂട്ട് ബോറേഴ്സിനോട് റെസിസ്റ്റൻ്റ് ആണ്. ഓർക്കാലോ, കുറച്ചുകൂടി ഈസി അല്ലേ മറ്റേ ടേബിളിനെ അപേക്ഷിച്ച്. ഇനി ബിൻഡിയിലേക്ക് വരുമ്പോഴോ വീണ്ടും 3ാമത്തെ പൂസ കഴിഞ്ഞു, ഇനി ഒരു പൂസ കൂടെ ഉണ്ട്. അത് പൂസ സെം അല്ല, പൂസ A4 ആണ് കേട്ടോ. പൂസ A4 അത് ആലോചിക്കാം. ലാസ്റ്റ് വണ് പൂസ സവാനി അങ്ങനെ ആലോചിക്കാം. ഓക്കെ, പൂസ സവാനി. ഈ 2 വെറൈറ്റീസ് ഉണ്ട്. ഇവർ 2 പേരും എന്തിനോടാണ് റെസിസ്റ്റൻറ്റ്? എല്ലാം നമ്മൾ ലാസ്റ്റ് പറയുന്ന കോളത്തിൽ ഒരാൾ പ്ലസ് എക്സ്ട്രാ ആണ്. അപ്പം നമ്മൾ ലാസ്റ്റ് പറയുന്നത് എന്താ? ഫ്രൂട്ട് ബോറർ ഉണ്ട് അല്ലേ? ഫ്രൂട്ടും ഷൂട്ട് ബോററും, ഫ്രൂട്ട് ബോറർ ആൻഡ് ഷൂട്ട് ബോറർ. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ ആ പെട്ടി കുറച്ച് ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക, നിങ്ങൾ മാക്സിമം ആലോചിക്കുക, ഇമാജിൻ ചെയ്യുക, ആ പിക്ചർ ആലോചിക്കണം ആ ടേബിളിൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ അത് പേപ്പറിൽ വരച്ച് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ബ്രാസിക്ക അഥവാ റേപ്പ് സീഡ് മസ്റ്റർഡ്, അതിൻ്റെ വെറൈറ്റി ഏതാണ്? പൂസ ഗൗരവ് എന്നാണ് പറയുന്നത്. അതെന്തിനോടാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? എഫിഡ്സ്. അടുത്ത വെറൈറ്റി ഏതാണ്? നമ്മുടെ ബീൻ, ഫ്ലാറ്റ് ബീൻ. അത് ഏതിനോടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ പറയുന്ന ഇത് വെച്ച് തന്നെ ആലോചിച്ച് നോക്കുക. പൂസ സെം 2 ആൻഡ് പൂസ സെം 3 ഏതിനോടാണ്? എഫിഡ്സ് കൂടാണ്ട് ജെസിഡ്സും ഉണ്ട്, ജെസിഡ്സ് കൂടാണ്ട് എന്തും ഉണ്ട്? ഫ്രൂട്ട് ബോറേഴ്സും ഉണ്ട്. ലാസ്റ്റ് വൺ ആരാണ്? ബിൻഡി അല്ലെങ്കിൽ ഓക്ര. അതെന്തിനോടാണ് റെസിസ്റ്റൻറ്റ്? ഏത് വെറൈറ്റിയാണ് അതിലുള്ളത്? പൂസ A4 ആണ്, സെം അല്ല, പൂസ A4 ആണ്. പിന്നെ ഏതുകൊണ്ട്? പൂസ സവാനി. അത് ഏതിനോടാണ് റെസിസ്റ്റൻറ്റ്? ഫ്രൂട്ട് ബോറർ ആൻഡ് ഒരു എക്സ്ട്രാ ഷൂട്ട് ബോറർ. അത്രയാണ് ആ ടേബിളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഐ ഹോപ്പ് പെസ്റ്റുകളുടെ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗവും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവിങ് ദ ഫുഡ് ക്വാളിറ്റിയാണ്. സോ നിങ്ങൾ വളരെ ഫേമസ് ആയൊരു ഫോട്ടോഗ്രാഫി അല്ലേ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരു ചെറിയൊരു കുട്ടി ഇങ്ങനെ ഫുഡൊന്നും കിട്ടാണ്ട് ഇങ്ങനെ വളഞ്ഞിരുന്നിട്ടൊരു വൾച്ചർ കഴിക്കാൻ വരുന്നത് പോലത്തെ ഒരു പിക്ചർ. ആ പിക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വേൾഡിലുള്ള ഫാമിൻ്റെ ഡെപ്താണ്. ഓക്കെ, നമ്മളെ തന്നെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഉള്ളോട്ടുള്ള പ്ലേസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മേ ബി സ്റ്റിൽ പീപ്പിൾ ഡു നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് എമൗണ്ട് മണി ടു ബൈ ഓൾ ദീസ് ഫുഡ്. അത് വാങ്ങാനുള്ള പൈസ ഇല്ല. ഈവൻ മെനി അതർ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ സ്റ്റിൽ ദർ ഇസ് വാട്ട് മെനി പീപ്പിൾ സഫറിങ് ഫ്രം famine. Nearly 840 million people do not have adequate food to meet their daily food and nutritional requirement. Okay, അതുകൂടാണ്ട് അതിൽ കൂടുതൽ ലൈക്ക് നിയർലി 3 ബില്യൺ പീപ്പിൾ സഫർ ഫ്രം സം മൈക്രോന്യൂട്രിയൻസിൻ്റെ അല്ലെങ്കിൽ വൈറ്റമിൻ പ്രോട്ടീൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ ഡെഫിഷ്യൻസി സഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം എന്തോരം ആൾക്കാരെ അറിയാം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ അയൺ ഡെഫിഷ്യൻസി. മോസ്റ്റ് ഓഫ് ദ ഫീമെയിൽസ് ഹാവ് അയൺ ഡെഫിഷ്യൻസി. സോ 3 billion, a greater number, suffer from what? Micronutrient, protein, vitamin deficiencies. ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിഡൻ ഹങ്കർ എന്ന് വിളിക്കുന്നത്. ദേ മൈറ്റ് ബി ഈറ്റിംഗ്, അവർ കഴിക്കുന്നുണ്ടാവും, പക്ഷേ എല്ലാം വേണ്ട എമൗണ്ടിൽ കിട്ടുന്നുണ്ടാവില്ല. സംതിങ് ഓർ ദ അതർ വുഡ് ബി ലെസ്സർ റിസീവിങ്. ഓക്കെ,
അപ്പോൾ അതാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയും. അതും എന്താണ്, ബിക്കോസ് ദേ കനോട്ട് അഫോർഡ്, കുറേ പൈസ കൊടുത്ത് റിച്ച്, അത്ര എന്താ പറയുക, പൈസ കൊടുത്തിട്ട് ഫ്രൂട്ട്സും ഡെയിലി ഫ്രൂട്ട്സ് അങ്ങനെ അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാങ്ങാനൊരു ഇതില്ലാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, ഫിഷ് മീറ്റൊക്കെ വാങ്ങാൻ പറ്റാത്തവരായിരിക്കും. സോ അല്ലെങ്കിൽ ആ ഡയറ്റിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. സോ ദർ ഈസ് ഹിഡൻ ഹങ്കർ. സോ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഡയറ്റിൽ ഈ പറഞ്ഞ പോലെ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഈ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈറ്റമിൻ എ, അയൺ, പർട്ടിക്കുലർലി വൈറ്റമിൻ എ, അയഡിൻ, അയൺ, സിങ്ക്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് കുറയാറ്. എന്തുണ്ടാവും? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. പ്രതിരോധം കുറഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് അസുഖം വരും. പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ഹെൽത്ത് ഭയങ്കര ബാഡ് ആവില്ലേ? നമുക്ക് മെൻ്റൽ എബിലിറ്റീസ്, നമ്മുടെ കോൺസെൻട്രേഷനെയും എല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ് എന്ത്? ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്രോപ്സിൽ, നമുക്ക് ഓൾറെഡി ഉള്ള ക്രോപ്സിൻ്റെ ഉള്ളിൽ തന്നെ ലെവൽസ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ കൂട്ടും. ഓക്കെ, ദ ബ്രീഡിങ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ് ഓർ ഹയർ പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്. അതാണ് മോസ്റ്റ് പ്രാക്ടിക്കൽ വേ. ഓൾറെഡി കഴിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിലും ക്വാണ്ടിറ്റി കൂട്ടുക എന്നല്ലാണ്ട് അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ദിസ് ഈസ് എ വെരി സീരിയസ് തിങ്. നമ്മളെപ്പോലെ എല്ലാവരും ബ്ലെസ്ഡ് ആവണമെന്നില്ല ഫുഡൊക്കെ മേടിക്കാനേ. സോ നമ്മൾ എന്തൊക്കെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, വൈറ്റമിൻ കണ്ടൻറ്റ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽ കണ്ടൻറ്റും ഇമ്പ്രൂവ് ചെയ്യും. സോ അതാണ് നമ്മൾ ബയോ ഫോർട്ടിഫിക്കേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇനി നമുക്ക് ബയോ ഫോർട്ടിഫിക്കേഷൻ ചെയ്ത കുറച്ച് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. എഗെയിൻ ഒരു പേപ്പർ എടുക്കുക, ബയോ ഫോർട്ടിഫിക്കേഷൻ്റെ ഹെഡിങ് എഴുതിയിട്ട് നോട്ട് ദീസ്. ഓക്കെ, സോ ഇൻ 2000s നമ്മൾ ഒരു മെയ്സ് ഹൈബ്രിഡിനെ ക്രിയേറ്റ് ചെയ്തു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഹാസ് ട്വൈസ് ദ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ്, ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്വൈസ് ദ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ്, ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഈ രണ്ട് അമിനോ ആസിഡ്സിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നു. സോ അങ്ങനെ ഒരു മെയ്സ് ഹൈബ്രിഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒരു എക്സാമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? വീറ്റ് വെറൈറ്റി കോൾഡ് അറ്റ്ലസ് 66. അതിന് എന്ത് കൂടുതലാണ്? പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്, ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ്. എഴുതി വെക്കുക കേട്ടോ. വീറ്റ് അറ്റ്ലസ് 66 ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ്. ഒരു മെയ്സ് ഹൈബ്രിഡ് ഇൻ ദ ഇയർ 2000 ദാറ്റ് ഹാസ് ട്വൈസ് ദ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ്, ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇത് രണ്ടും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓവർ 5 times അയൺ കണ്ടൻ്റ് ഉള്ള കൊമേഴ്ഷ്യൽ വെറൈറ്റീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആക്ച്വലി വൈറ്റമിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസും ഉണ്ട്. ഗോൾഡൻ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള റൈസ് വെറൈറ്റീസും ഉണ്ട്. സോ അത് അനദർ എക്സാമ്പിൾ. ഇനി വേറെ സർട്ടൻ എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിൽ വേറെയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ എ എൻറിച്ച് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ് ഡെവലപ്പ് ചെയ്തത്? ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ. ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ടുള്ള ബിറ്റർ ഗോഡ്, ബത്തുവ, മസ്റ്റാർഡ്, ടൊമാറ്റോ. അയൺ ആൻഡ് കാൽഷ്യം എൻറിച്ച്ഡ് ആയിട്ട് ആരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? സ്പിനാച്ച് ആൻഡ് ബത്തുവ. ആൻഡ് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ബീൻസ് ലൈക്ക് ബ്രോഡ്, ലബ്, ഫ്രഞ്ച് ആൻഡ് ഗാർഡൻ പീസ്. ഇത് കുറച്ചുണ്ട്. അത് നിങ്ങളൊരു ടേബിളാക്കി വെച്ചിട്ട് കുറേ തവണ റിപ്പീറ്റഡ്ലി വായിച്ചാൽ ഓർത്ത് വെക്കും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. ഓക്കെ, സോ യെസ്, ഗോൾഡൻ റൈസ്, വൈറ്റമിൻ എ, യെസ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞ എക്സാമ്പിൾസ്? ബയോ ഫോർട്ടിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. 2000 മെയ്സ് ഹൈബ്രിഡ്. മെയ്സ് ഹൈബ്രിഡിൽ എന്താണ്? ട്വൈസ് ദ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ്. ഏതൊക്കെ അമിനോ ആസിഡ്സ്? ലൈസീൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അറ്റ്ലസ് 66 അത് എന്തിൻ്റെ വെറൈറ്റിയാണ്? വീറ്റിൻ്റെ വെറൈറ്റിയാണ്. അതിൽ എന്താണ് കൂടുതലുള്ളത്? പ്രോട്ടീനാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ ഗോൾഡൻ റൈസ് എന്തായിരുന്നു? വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസ്. അതുപോലെ വേറെ റൈസിൽ നമ്മൾ ചെയ്തത് എന്താ? അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റൈസ് കൊണ്ടുവന്നു. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ നമ്മൾ വൈറ്റമിൻ എ എൻറിച്ച് ചെയ്ത കുറച്ച് വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? ക്യാരറ്റ്, സ്പിനാച്ച് ആൻഡ് പംകിൻ. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ട് ബിറ്റർ ഗോഡ്, ബത്തുവ, മസ്റ്റാർഡ് ആൻഡ് ടൊമാറ്റോ. ആൻഡ് അയൺ ആൻഡ് കാൽഷ്യം എൻറിച്ച്ഡ് ആയിട്ട് സ്പിനാച്ച് ആൻഡ് ബത്തുവ. ആൻഡ് പ്രോട്ടീൻ എൻറിച്ച്ഡ് ബീൻസ് ഏതൊക്കെയാണ്? ബ്രോഡ്, ലബ്, ഫ്രഞ്ച് ആൻഡ് ഗാർഡൻ പീസ്. അത് കുറച്ചുണ്ട്. ജസ്റ്റ് മേക്ക് എ ടേബിൾ ആൻഡ് ട്രൈ ടു ലേൺ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് എവറിത്തിങ് അപ് ടു ദിസ് പോയിന്റ് ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളപ്പോൾ സോഫാർ നമ്മൾ പ്ലാൻ ബ്രീഡിങ്ങും അതിൽ വരുത്താവുന്ന വ്യത്യാസങ്ങളും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് 2 കാര്യങ്ങൾ കൂടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വി ഹാവ് ടു ടെൽ ഇസ് അബൌട്ട് സിംഗിൾ സെൽ പ്രോട്ടീൻസ്.
അതായത് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡക്ഷനൊക്കെ കൂട്ടി നമുക്ക് ആൾക്കാർക്ക് പക്ഷേ ഇതെല്ലാം എത്തിപ്പെടുന്നില്ല. നമുക്ക് അതുമാത്രമല്ല നമ്മളിപ്പം എന്താണ് മീറ്റ് കൺസപ്ഷനും നമ്മുടെ വേൾഡിൽ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ മീറ്റ് കൺസപ്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അത്രയധികം കാറ്റിൽസിൽ നിന്ന് മീറ്റ് കിട്ടണമെങ്കിൽ ആ ഓരോ കാറ്റിൽസിനും എത്രയോ അധികം എന്ത് കൊടുക്കണം, ആദ്യം ഗ്രെയിൻസ് കൊടുക്കണം. അവരും ആദ്യം എന്ത് കഴിക്കണം, ഈ പറഞ്ഞ സീരിയൽസും കാര്യങ്ങളൊക്കെ കഴിച്ചാലേ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള മീറ്റ് നമുക്ക് കിട്ടുള്ളൂ. സോ അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വേൾഡ് എടുക്കുകയാണെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ഓൾ ദീസ് സീരിയൽസ്, പൾസസ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൻഡ് എസ്പെഷ്യലി വെൻ ഹ്യൂമൻ പോപ്പുലേഷനിലാണെങ്കിലും ഭയങ്കര മാൽന്യൂട്രിഷനും ഭയങ്കര ഹങ്കറും ഒക്കെ ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് സോഴ്സസ് കൊണ്ടുവരികയാണെങ്കിൽ ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ, അതാണ് എന്തെന്ന് പറയുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. വി ആർ ബ്രിങ്ങിങ് alternate sources of proteins for animal and human nutrition. അതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെങ്കിൽ SCP എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിംഗിൾ സെൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള എന്ത് ഓർഗാനിസംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിൻലി പറയുന്നത്. ഒന്ന് ബ്ലൂ ഗ്രീൻ ആൽഗെ ലൈക്ക് സ്പൈറുലീന. നമ്മൾ ആക്ച്വലി ആൽഗയുടെ നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് കുറച്ച് ആൽഗെ നമ്മൾ എഡിബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ബ്ലൂ ഗ്രീൻ ആൽഗെ ഇസ് ബീങ് യൂസ്ഡ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരെ എന്തിലൊക്കെ വളർത്താൻ പറ്റും? അവരെ നമുക്ക് കുറേ എക്സ്ട്രാ ലാൻഡ് വേണ്ട അവരെ വളർത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പറഞ്ഞ ഈ പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോനെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ ദാറ്റ് വുഡ് ബി റിച്ച് ഇൻ സ്റ്റാർച്ച്. ആ റിച്ച് ഇൻ സ്റ്റാർച്ച് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്പൈറുലിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ലാർജ് എന്താ ചെയ്യുക, നമുക്ക് ഈ പറഞ്ഞ സ്ട്രോ, വൈക്കോൽ, അല്ലെങ്കിൽ മൊളാസസ്, അല്ലെങ്കിൽ ആനിമൽ മെന്യൂർ, ഈവൻ സീവേജ് വാട്ടറിൻ്റെ മുകളിൽ വരെ നമുക്കിതിനെ പ്രൊഡ്യൂസ് ചെയ്യാം, സിംഗിൾ സെൽ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്ഥലത്തിൻ്റെ ഒരു ചിലവ് വരുന്നില്ല, എന്നാൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ, മിനറൽ, ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ. സോ it is rich in all these kinds of nutrients, and it does not require more of a land. നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസിനെ വരെ റീയൂസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം ഇറ്റ് റെഡ്യൂസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് എന്തിന്, നമ്മുടെ ഈ പറഞ്ഞ സിംഗിൾ സെൽ പ്രോട്ടീന്. സോ അത് അതായത് സ്പൈറുലിനയ്ക്ക്. ഇനി ഒരു എക്സാമ്പിളാണ് നമ്മുടെ ബാക്ടീരിയൽ സ്പീഷീസ് ലൈക്ക് മെത്തിലോഫില്ലസ്, മെത്തിലോട്രോപ്പസ്. അഗെയിൻ നോട്ട് ഡൗൺ, ഈ സ്പൈറുലിന, മെത്തിലോഫില്ലസ്, മെത്തിലോട്രോപ്പസ് രണ്ടും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇതിനും എന്താണ് ഇൻക്രീസ്ഡ് പ്രോട്ടീൻ പ്രൊഡക്ഷന് ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ സിംഗിൾ സെൽ പ്രോട്ടീൻ. പിന്നെ നമുക്ക് വളരെ ഇപ്പം നമ്മൾ മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട്. അതുപോലെ തന്നെ മെനി ആർ യൂസിങ് വേർംസ് ആൻഡ് ഓൾ. ദാറ്റ്സ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ഞാൻ പറഞ്ഞതാണ് പീപ്പിൾ ആർ യൂസിങ് ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ്. സോ എഡിബിൾ മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വലിയ മഷ്റൂംസ് ഒക്കെയാണ്. സംടൈംസ് വി ക്യാൻ ഓൾസോ യൂസ് മൈക്രോസ്കോപ്പിക് ഫംഗസ് ക്യാൻ ഓൾസോ ബി ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് റിമെമ്പർ 2 തിങ്സ് മെയിൻലി. നമ്മൾ ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ, സ്പൈറുലിന ആൻഡ് ദ ബാക്ടീരിയ മെത്തിലോഫില്ലസ്, മെത്തിലോട്രോപ്പസ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ പോർഷൻ ക്ലിയർ ആണെന്ന്. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷനിലേക്ക് പോയാലോ? ഷാൽ വി മൂവ് ഓൺ ടു ദ ലാസ്റ്റ് പോർഷൻ? സോ കണ്ടിന്യൂ ചെയ്യട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷനാണ് ടിഷ്യൂ കൾച്ചറാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ആരും ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ? എല്ലാവരും എവേക്കാണോ? പ്ലീസ് ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യൂ. എവേക്കാണോ നിങ്ങളൊക്കെ? ഓക്കെ, സോ ഐ ഗെസ് യെസ് ഒക്കെ വരുന്നുണ്ട്. സോ ഓക്കെ, വിൽ കണ്ടിന്യൂ. ടിഷ്യൂ കൾച്ചർ. സോ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോപ്പുലേഷൻ അത്രയും സ്പീഡിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു പേസിനോട് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒന്ന് ഷോർട്ടാക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പ്ലാന്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു പ്ലാന്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഒരു ന്യൂട്രിയൻ്റ് മീഡിയത്തിൻ്റെ ഉള്ളിൽ ഇട്ടു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എൻറ്റയർ ആയിട്ടൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഊഹിക്കാം, ദേ ആർ ജനറ്റിക്കലി സിമിലർ, സെയിം ആയിരിക്കും, ജനറ്റിക്കലി സിമിലർ തന്നെയായിരിക്കും. ബട്ട് വി ജസ്റ്റ് സ്കിപ്ഡ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, റൈറ്റ്? അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ പറഞ്ഞ ടിഷ്യൂ കൾച്ചറിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ഒരു പോർഷൻ എടുക്കും. ആ എടുക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടേംസും അതിൻ്റെ മീനിങ്സും ആണ്. ഓക്കെ, നമ്മൾ ഒരു എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ഫസ്റ്റ് പറയാനുള്ളത്. അതെന്താണ്? എനി പാർട്ട് ഓഫ് എ പ്ലാന്റ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻസ് ആൻഡ് സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയ ആണ്. നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ പാർട്ട് which is put in a nutrient medium, special nutrient mediathil ഇട്ടിട്ട് വളർത്തുന്നു, which produces a entire plant. ആ ഒരു പാർട്ട് ഓഫ് ദ പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ എബിലിറ്റി ഓഫ് ദിസ് എക്സ്പ്ലാന്റ് ടു കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് റീജനറേറ്റ് ഇൻ ടു എ ഹോൾ പ്ലാന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടിപൊട്ടൻസി എന്ന് വിളിക്കുന്നത്. ആ ഒരു എബിലിറ്റി, ദ കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം ദിസ് എക്സ്പ്ലാന്റ് ഓർ എനി സെൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടിപൊട്ടൻസി എന്ന് വിളിക്കുന്നത്. അതാണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. സോ വി എക്സ്പ്ലെയിൻഡ് വാട്ട് എ എക്സ്പ്ലാന്റ് ഇസ്, വാട്ട് ടോട്ടിപൊട്ടൻസീസ്. ഇനി അടുത്തത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു നമ്മൾ ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ടാണ് ഇവരെ വളർത്തുന്നത്. ഈ ന്യൂട്രിയൻ മീഡിയത്തിൽ എന്തൊക്കെയാണുള്ളത്? വാട്ട് ആർ ദ കണ്ടൻസ് ഇൻസൈഡ് ദിസ് ന്യൂട്രിയൻ മീഡിയം? ഒരു കാർബൺ സോഴ്സ് ഉണ്ട്, സംതിങ് കാർബൺ സോഴ്സ് ലൈക്ക് സൂക്രോസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇനോർഗാനിക് സോൾട്ട്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. നമുക്കിതിനൊരു ഹോൾ പ്ലാന്റ് ആക്കി മാറ്റണ്ടേ? സോ വി നീഡ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. വി നീഡ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഓക്സിൻസ് ആൻഡ് സൈറ്റോകൈൻസ്. നിങ്ങൾ +1 ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്സിൻസ് ആൻഡ് സൈറ്റോകൈനിൻസ്. ഓക്കെ, ഈ പറഞ്ഞ ഗ്രോത്ത് റെഗുലേറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ന്യൂട്രിയൻ മീഡിയത്തിൻ്റെ ഉള്ളിലുള്ളത്. സോ ഇങ്ങനെയുള്ള ന്യൂട്രിയൻ മീഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ എക്സ്പ്ലാന്റിനിട്ടു ആ ഹോൾ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരു ചെറിയ എക്സ്പ്ലാന്റിൽ നിന്ന് ഒത്തിരി ഹൈബ്രിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡ്യൂസിങ് thousands of plants from tissue culture. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊഡ്യൂസിങ് thousands of plants through tissue culture. ഞങ്ങൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൈക്രോ പ്രൊപ്പഗേഷൻ. കാരണം ആ വേർഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൈക്രോ സംതിങ് വെരി സ്മോൾ അല്ലേ? അങ്ങനെ ഒരു എക്സ്പ്ലാന്റിന് വി ആർ പ്രൊപ്പഗേറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് many thousands of hybrids. Okay, so I hope the terms are clear. Explant, totipotency, what are the contents of the nutrient medium, what do you mean by micropropagation? And ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്തില്ല, മെയിൽ പാരൻ്റ് ഇല്ല, ഫീമെയിൽ പാരൻ്റ് ഇല്ല. വൺ എക്സ്പ്ലാന്റ് ഇസ് ഗിവിങ് റൈസ് ടു ദ സെയിം പ്ലാന്റ്. ആ ഒരു സെയിം ജനറ്റിക്കൽ കോമ്പസിഷനുള്ള പ്ലാന്റാണ് ഉണ്ടാകുന്നത് അല്ലേ? സോ ജനറ്റിക്കലി ഐഡൻറ്റിക്കലാണ് ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടു ദ ഒറിജിനൽ പ്ലാന്റ്. അത്തരത്തിലുള്ള പ്ലാന്റ് അവരെ തമ്മിൽ നമ്മൾ എന്താ വിളിക്കുക? സോമാ ക്ലോൺസ് എന്നാണ് വിളിക്കുക. സോ ദാറ്റ് ഈസ് another term that you should know. ഇനി ഈ ടിഷ്യൂ കൾച്ചർ അപ്ലൈ ചെയ്യുന്ന certain ഫുഡിൻ്റെ എക്സാമ്പിൾസ്, പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വി അപ്ലൈ ഇറ്റ്സ് ഓൺ ടൊമാറ്റോ, ബനാന ആൻഡ് ആപ്പിൾ. ഓക്കെ, ടൊമാറ്റോ, ബനാന ആൻഡ് ആപ്പിൾ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ടിഷ്യൂ കൾച്ചർ വാഴ വാങ്ങാൻ ഇവിടെ ലഭ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? സോ ഇത് ഈ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നൗ യു നോ അല്ലേ? സോ അതാണ് എന്തെന്ന് പറയുന്നത്? സോമാ ക്ലോൺസ് ആൻഡ് സർട്ടൻ എക്സാമ്പിൾസ്. സോ ഇനി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഒത്തിരി പ്രൊഡക്ഷൻ കൂട്ടുന്നു. നമുക്ക് ആ ഒരു എൻറ്റയർ ഒരു സ്ലോ ടീഡിയസ് പ്രോസസ്സിനെ സ്കിപ്പ് ചെയ്യാനാണ് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു ബെനിഫിറ്റ് എന്താണ്? നമുക്ക് കൊമേഴ്ഷ്യലി ഹ്യൂജ് എമൗണ്ട് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്നത്. വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ മെറിസ്റ്റം എന്ന റീജിയൻ, അതായത് ഇറ്റ് ഈസ് ദ മെറിസ്റ്റമാറ്റിക് സെൽസ്. ഓക്കെ, നമ്മുടെ മെറിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെൽസ് ദറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഗ്രോ ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽ ഇൻ എ പ്ലാന്റ്. അത്തരത്തിലുള്ള അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ മെറിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ദി ആർ സീൻ ഇൻ ദ എപ്പിക്കൽ ആൻഡ് ദ ആക്സിലറി റീജിയൻ. അപ്പോൾ ഈ ഒരു മെറിസ്റ്റമാറ്റിക് റീജിയൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീ ഓഫ് വൈറസ്. ഒരു വൈറസ് ഇൻഫെക്റ്റഡ് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഈ മെറിസ്റ്റത്തിൽ ഇറ്റ് ഈസ് ഫ്രീ ഓഫ് വൈറസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീജിയന് ഈ മെറിസ്റ്റം റിമൂവ് ചെയ്താൽ വി ക്യാൻ ഗ്രോ ഇറ്റ് ഇൻ ടു എ ന്യൂ പ്ലാന്റ് വിച്ച് ഇസ് വൈറസ് ഫ്രീ. വി ക്യാൻ പ്രൊഡ്യൂസ് ഒബ്റ്റെയിൻ എ വൈറസ് ഫ്രീ പ്ലാന്റ്. അപ്പോൾ ദിസ് ഓൾസോ ഹാസ് ബീൻ യൂസ്ഡ് ഈ കൾച്ചറിങ് മെറിസ്റ്റംസ് ഓഫ് ബനാന, ഷുഗർ കെയിൻ ആൻഡ് പൊട്ടേറ്റോ.
ഓക്കെ, മെറിസ്റ്റം അതെന്താണെന്ന് ക്ലിയർ ആണോ? നമുക്ക് എന്താണ് ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് നോൺ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സ് ഫ്രം ആൻ ഓൾറെഡി ഇൻഫെക്റ്റഡ് വൈറസ് പ്ലാന്റ് ബൈ യൂസിങ് ദ മെറിസ്റ്റം. I hope it's clear. Using the meristem. So, ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ, വൺ ലാസ്റ്റ് കാര്യം കൂടിയാണ് നമുക്ക് പറയാനുള്ളത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. വൺ ലാസ്റ്റ് തിങ്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സോ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സംബഡി ഹാസ് ആസ്ഡ്, ഒരു മിനിറ്റ്, സിംഗിൾ സെൽ പ്രോട്ടീൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഫുഡൊന്നും, അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പ്ലാന്റ്സും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. നമുക്ക് ഇത്രയധികം മാസിന് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമുക്ക് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ചെറിയ സാധനങ്ങളാണ്, ബട്ട് ഇറ്റ് ഗിവ്സ് യു മോർ എനർജി. ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ചെറിയ സാധനം ചെറിയ സ്ഥലത്ത് വളർത്താം. ഇറ്റ് ക്യാൻ ബി ഈവൻ ഗ്രോൺ ഓൺ സീവേജ് വാട്ടർ, but it gives you large quantity of nutrients. This can be used for animals as well as human nutrition. Human nutrition, I guess, astronauts ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. മോസ്റ്റ്ലി ഐ ഗെസ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ആനിമൽ ന്യൂട്രിഷൻ. ഒരു ഓൾട്ടർനേറ്റീവ് ഫോർ ദ കാറ്റിൽ ഫോഡർ, അവർക്കും പ്ലാന്റ്സ് കൊടുക്കുന്നതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആൽഗ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ബ്ലൂ ഗ്രീൻ ആൽഗ ഏതാണ്, സ്പൈറുലിന. അതുപോലെ ഈ ബാക്ടീരിയ, ഇവരൊക്കെ എന്താണ്, rich in nutrients ആണ്, very small, എന്താ അത്, they does not require more of an effort to produce, but they give you a huge amount of energy. ഒരു alternate source പോലെയാണ്. I hope now it's clear. Okay, shall I move on to the next part? I'm moving on. ബാക്കി പറയാണ്. We'll come to the somatic hybridization, the final part of this chapter. So കണ്ടിന്യൂ ആണ്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പ്ലാന്റ്സ് എടുക്കുന്നു. ഓക്കെ, രണ്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് എടുക്കുന്നു. അവരുടെ സെൽ വോളുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് പ്രോട്ടോപ്ലാസത്തിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ആർ വി ഡൂയിങ്, നമ്മളൊരു സെൽ വോളുള്ള ആ ഒരു പ്ലാന്റ് എടുത്തിട്ട് അതിൻ്റെ സെൽ വോളിനെല്ലാം മാറ്റി ഡൈജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ വിത്ത് ഓൾ ദ ഇൻ സെല്ലുലാർ കണ്ടൻസ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ രണ്ട് പ്രോട്ടോപ്ലാസ്റ്റുകളെ തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കുന്നു. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കുന്നു. സോ ദാറ്റ് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലെയും ക്യാരക്ടേഴ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന പരിപാടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ചെയ്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോ ആണ്. ടൊമാറ്റോൻ്റെയും പൊട്ടാറ്റോൻ്റെയും സെൽസ് എടുത്തു, അതിൻ്റെ സെൽ വോൾ എല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ട് അവരുടെ രണ്ടുപേരുടെയും പ്രോട്ടോപ്ലാസം എടുത്ത് കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു പുതിയ സൊമാറ്റിക് ഹൈബ്രിഡിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആ സൊമാറ്റിക് ഹൈബ്രിഡിൻ്റെ പേരാണ് എന്ത്, പൊമാറ്റോ. ഓക്കെ, പൊമാറ്റോ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഇസ് നോട്ട് നോർമലി നാച്ചുറലി പോസിബിൾ. നാച്ചുറലി നടക്കുന്നത് സെക്ഷൽ ഹൈബ്രിഡൈസേഷൻ ആണ്. അത് ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസിൻ്റെ ഉള്ളിലേ നടക്കുള്ളൂ. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ദിസ് ഈസ് എ ന്യൂവർ മോഡേൺ ടെക്നിക്. വി ആർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ടു ദിസ് ടെക്നിക്. പക്ഷേ ഇത് എത്ര ആയിട്ടില്ല, അത്ര ബെനിഫിഷ്യൽ ആയിട്ടില്ല. നമുക്ക് ഈ പൊമാറ്റോ ആക്ച്വലി കൊമേഴ്ഷ്യലി യൂസ്ഫുൾ അല്ല. ഓക്കെ, കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷൻ ആയിട്ടില്ല. So just know what somatic hybridization is. Somatic hybrids and the idea that cell wall is being digested and the naked protoplasm is used is important. An example is tomato and potato combine ചെയ്തിട്ടുണ്ടാവുന്നതാണ്. സോ ഇതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ദ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. നേരത്തെ ഞാൻ ആ സിംഗിൾ സെൽ പ്രോട്ടീൻ പറഞ്ഞത് ക്ലിയർ ആയോ? രണ്ടാമത് പറഞ്ഞതോടെ ക്ലിയർ ആയോ? നമ്മൾ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ ചെയ്തത്, ഉള്ള പ്ലാന്റ്സിനെ കൂടുതൽ എൻറിച്ച്ഡ് ആക്കുകയാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒന്ന് പ്ലാന്റ്സിൻ്റെ എബിലിറ്റി കൂട്ടി. അതായത് നമുക്ക് ഫുഡ് കൂടുതൽ കാണാം. ഫസ്റ്റ് നമ്മൾ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ എബിലിറ്റി കൂട്ടി, ഈൽഡ് കൂട്ടി, അസുഖങ്ങളൊക്കെ വരാതെ നോക്കി. പക്ഷെ എന്നാൽ പോലും അത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ കഴിവില്ലാത്തവരും അങ്ങനെ വേൾഡ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവരെ തന്നെ എൻറിച്ച് ചെയ്യാൻ നോക്കി.
ഓക്കെ, അങ്ങനെ എൻറിച്ച്ഡ് ആക്കി കഴിഞ്ഞാൽ വൈറ്റമിൻ എൻറിച്ച്ഡ് അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മൾ കൊമേഴ്ഷ്യൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ കൂടുതൽ കിട്ടും. പക്ഷേ അതും ആക്ച്വലി ഇതൊക്കെ വരുന്നേ ഉള്ളൂ. ഇറ്റ് സ്റ്റിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇതുള്ളത്, ബയോഫോർട്ടിഫിക്കേഷൻ. ഇനി അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ വേറെ തന്നെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾട്ടർനേറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള സർട്ടൻ സിംഗിൾ സെൽ പ്രോട്ടീൻസ്, അതായത് ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ ലൈക്ക് സ്പൈറുലീന അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ലൈക്ക് മെത്തിലോഫിലസ് മെത്തിലോട്രോപ്പസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവർ ചെറിയ ഓർഗാനിസം ആണ്. കുറച്ച് കഴിച്ചാൽ മതി, കുറച്ച് സ്ഥലമേ കൺസ്യൂമുള്ളൂ വളർത്താൻ, പക്ഷേ നമ്മൾക്ക് കുറേ എനർജി കിട്ടും. ദിസ് ഈസ് ഓൾസോ എൻ ഓൾട്ടർനേറ്റ് സോഴ്സ് ഫോർ ഹ്യൂമൻ ആൻഡ് ആനിമൽ ഫുഡ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ? ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹെഡിങ്സ് വേണ്ടതെന്നൊക്കെ ക്ലിയർ ആണല്ലോ? എല്ലാം ക്ലിയർ അല്ലേ? ജസ്റ്റ് വൺസ് മോർ ഒന്ന് ഓടിച്ച് ഹെഡിങ്സ് മാത്രം പറയുകയാണ്. റിമെമ്പർ, എന്താണ് ആനിമൽ ഹസ്ബൻഡറി, എന്താണ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ, പിന്നെന്താണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ ഒക്കെ കുറവാണ്. മോർ ദാൻ 70% ഓഫ് വേൾഡ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ഇന്ത്യയും ചൈനയിലാണ്. പിന്നെ ഡയറി ഫാം മാനേജ്മെൻറ്റ്, ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അതിനുള്ള ഓർഗാനിസംസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്സ്, പൗൾട്രി ഫാം എന്ന് പറഞ്ഞാൽ അതിലുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ആനിമൽ ബ്രീഡിംഗ് ടെക്നിക്സ്. വി ഹാവ് ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ആൻഡ് ഔട്ട് ബ്രീഡിങ്ങിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഔട്ട് ക്രോസിംഗ് ആൻഡ് ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴേ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോഴിയുടെ പിക്ചർ പറയാൻ പറഞ്ഞത്. ഈ കോഴിയുടെ പിക്ചർ എന്താണ്? ഇവിടെ NCERT ടെക്സ്റ്റ് പ്രകാരം അത് ലഗോൺ കോഴിയാണെന്നാണ് പറയുന്നത്. വേറെ അതർ ബ്രീഡ്സ് ഓഫ് ഹെൻ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ആക്ച്വലി ഒരു ന്യൂ ഹാംഷെയർ ഉണ്ട്, പ്ലിമൗത്ത് റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, സോ ദെൻ വി ഹാവ് ഇൻബ്രീഡിംഗ്, ഔട്ട്ബ്രീഡിംഗിൽ ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ദെൻ വി ഹാവ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്, കൺട്രോൾ ബ്രീഡിംഗ് എക്സ്പെരിമെൻസിൻ്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് MOET അത് പറഞ്ഞു. പിന്നെ ബീ കീപ്പിംഗ്, അപ്പിക്കൾച്ചറിനെ പറ്റി പറഞ്ഞു, ഫിഷറീസ്, പിസിക്കൾച്ചർ, അക്വാകൾച്ചർ, ബ്ലൂ റെവല്യൂഷൻ പറഞ്ഞു. ദെൻ വി ടോൾഡ് അബൌട്ട് ഗ്രീൻ റെവല്യൂഷൻ. ആഫ്റ്റർ ദാറ്റ് വി ഇൻട്രൊഡ്യൂസ്ഡ് യു ടു സ്റ്റെപ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്, വാട്ട് ഡു വി ഇൻറ്റെൻഡ് വൈൽ ഡൂയിങ് എ പ്ലാന്റ് ബ്രീഡിംഗ്. അതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ വേരിയസ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രീഡുകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഡിസീസ് റെസിസ്റ്റൻറ്റ് വൺസ്, അതിൻ്റെ 2 ടെക്നിക്സ്, അതുപോലെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻസെക്റ്റ് ആൻഡ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വൺസ്, അതിൻ്റെ എക്സാമ്പിൾസ്, പിന്നെ ഫുഡ് ക്വാളിറ്റി കൂട്ടിയതിൻ്റെ എക്സാമ്പിൾസ്, ബയോഫോർട്ടിഫിക്കേഷൻ്റെ എക്സാമ്പിൾ, സിംഗിൾ സെൽ പ്രോട്ടീൻ ആൻഡ് ഓൾട്ടർനേറ്റീവ് സോഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടിഷ്യൂ കൾച്ചർ ആൻഡ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ സ്പെഷ്യലി നിങ്ങൾ ആ എക്സാമ്പിൾസും കാര്യങ്ങളും ചാർട്ട് പോലെ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഡെയിലി കണ്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, സോ മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്ന് വരാനുള്ള സാധ്യതയില്ല, ബട്ട് സ്റ്റിൽ every question is important, right? Gives you 4 marks. So അത്രയേ ഉള്ളൂ. So I hope you guys understood all the things in this chapter. ഇത്തവണ ബോറടിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. സോ നന്നായി പഠിച്ചോളൂ. എല്ലാവരും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സോ ഗുഡ് നൈറ്റ് എവ്രി വൺ. നന്നായിട്ട് പഠിച്ചോ കേട്ടോ. ബൈ.